അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നമാ യുരീദുശ് ശൈത്വാനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാഅ ഫിൽ ഖംരി വൽ മൈസിർ വയസുദ്ദകും അൻ ദിക്രില്ലാഹി വഅനിസ് സ്വലാത്തി ഫഹൽ അൻതും മുൻതഹൂൻ. ബഹുമാന്യരായ രക്ഷിതാക്കളെ, സഹോദരീ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഈ വിശുദ്ധ റമദാനിൽ അള്ളാഹുവിൻ്റെ മസ്ജിദിൽ ഒരുമിച്ചു ചേരാനും വിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കുവാനുമുള്ള ഒരു തൗഫീഖ് നമുക്കെല്ലാവർക്കും ലഭിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഈ കൂടിയിരുത്തം അമലുസ്സാലിഹാത്തായി നമ്മളിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ വിശുദ്ധ റമദാനിൽ ഇങ്ങനെ ഒരു പ്രഭാഷണ പരമ്പര സംഘടിപ്പിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും അതിന് സഹായിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് വിശുദ്ധ റമദാനിൻ്റെ പകുതി പിന്നിടുന്ന ഒരു ദിവസം കൂടിയാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ സന്ദർഭത്തിൽ ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യം, ഈ റമദാൻ നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങിയിട്ടുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഇല്ലെങ്കിൽ ഇനി ഇതിൻ്റെ ഒരു പകുതി, ഇതിലേറെ സ്പീഡിൽ നമ്മളിൽ നിന്ന് കൈവിട്ടു പോകും. റമദാൻ കൈപ്പിടിയിൽ ഒതുങ്ങുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓരോ ദിനങ്ങളും ഓരോ രാവും പകലും പരമാവധി നന്മ ചെയ്യുവാൻ പറ്റുന്ന പാകത്തിൽ അതിനെ പ്ലാൻ ചെയ്യുക എന്നതാണ്. അതിന് നമുക്ക് എത്രത്തോളം സാധിച്ചു എന്നത് ഞാനടക്കം നമ്മൾ ഓരോരുത്തരും ഒരു വിചിന്തനം നടത്തുക എന്നത് വളരെ പ്രസക്തമാണ്. എന്തെങ്കിലും ന്യൂനതകൾ, കുറവുകൾ, പോരായ്മകൾ ഉണ്ട് എങ്കിൽ അത് നികത്താനുള്ള കുറച്ച് സമയം കൂടി ഇൻഷാ അല്ലാഹ് നമ്മുടെ മുമ്പിലുണ്ട്. അല്പം കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങനെ ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യം ഉണ്ടാവുകയില്ല. റമദാനിനെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിനെ ആദരിക്കുക എന്നതാണ്. ഷഹ്റു റമദാനില്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഈ റമദാൻ മാസത്തിലാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത്. അതുകൊണ്ട് ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫല്യസുംഹു. അതിനാര് സാക്ഷിയാകുന്നുവോ അവർ നോമ്പ് നോൽക്കട്ടെ. അപ്പോൾ റമദാനിൽ നോമ്പ് വരാനുള്ള കാരണം എന്ന് പറയുന്നത് റമദാനിലാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയെന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ആ ഖുർആനിനെ നമ്മൾ നല്ല രീതിയിൽ ആദരിക്കണം. അത് പാരായണം ചെയ്യുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. നമ്മളെല്ലാവരും തിരക്കിലാണ്. പക്ഷേ ആ തിരക്കിനിടയിൽ നമ്മുടെ ഖുർആനിൻ്റെ പാരായണം എത്രത്തോളം ഇവിടെ എത്തി എന്നാണ് നാം ചിന്തിക്കേണ്ടത്. ഒരു 3 പ്രാവശ്യം ഖുർആൻ ഓതാനാണ് നമ്മൾ തീരുമാനിച്ചത് എങ്കിൽ ഇപ്പോൾ നമുക്ക് എത്ര ജുസു തീരണമെന്ന് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. 2 പ്രാവശ്യം ഓതേണ്ടവർ ഇപ്പോൾ എത്ര ആയിട്ടുണ്ടാവണം? 1 പ്രാവശ്യമെങ്കിലും ഓതാൻ തീരുമാനിച്ച ആളുകളാണെങ്കിൽ ഇന്നത്തെ ദിവസമാകുമ്പോഴേക്കും ഒരു 15 ജുസെങ്കിലും പൂർത്തീകരിച്ച ആളുകളായി മാറണം നമ്മൾ. അവിടെയൊന്നും നമ്മൾ എത്തിയിട്ടില്ല എങ്കിൽ നമ്മുടെ കയ്യിൽ റമദാൻ നിന്നിട്ടില്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കുറവുകളുണ്ട് എങ്കിൽ അത് പൂർത്തീകരിക്കണം. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്ന് ഇവിടെ ആമുഖ സംസാരത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ചർച്ച ചെയ്യുന്നതിനെടുത്ത വിഷയം ലഹരി മനുഷ്യവർഗത്തിൻ്റെ ശത്രു എന്നതാണ്. നിങ്ങൾ ഇങ്ങനെ ഒരു ടൈറ്റിൽ ഈ ഒരു വിഷയത്തിന് നൽകിയതിന് ഞാൻ നിങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അത് ശ്രദ്ധേയമാണ്. ലഹരിയുമായി ബന്ധപ്പെട്ട ഒട്ടനവധി ടൈറ്റിലുകൾ നമ്മൾ പ്രഭാഷണങ്ങൾക്ക് നൽകാറുണ്ട്. എന്നാൽ ഇവിടെ നൽകിയിരിക്കുന്ന ഈ ടൈറ്റിൽ ലഹരി മനുഷ്യവർഗത്തിൻ്റെ ശത്രു എന്നത് ഒരുപാട്
അർത്ഥങ്ങളുള്ള, അർത്ഥതലങ്ങളുള്ള, പ്രത്യേകിച്ച് സമകാലിക സമൂഹത്തിൽ ഏറെ ശ്രദ്ധേയമായ ഒരു തലവാചകമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ലഹരിയെ സംബന്ധിച്ച് ഇന്ന് നമ്മുടെ സമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ചർച്ചയിൽ ചില ആളുകളെങ്കിലും അതിൻ്റെ ചർച്ചയുടെ ദിശ വഴിതിരിച്ചു വിടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ലഹരി ഉപയോഗിച്ചതിൻ്റെ പേരിൽ പിടിക്കപ്പെട്ടവൻ്റെ പേര് നോക്കി ആ പേരിൽ അറിയപ്പെടുന്ന മതം ഏതാണോ ആ മതത്തിലേക്ക് ആ ചർച്ചയെ കൂട്ടിക്കൊണ്ടുപോകുന്ന സാഹചര്യം. ലഹരി ഉപയോഗിച്ചവൻ്റെ പ്രദേശം നോക്കി ആ പ്രദേശത്തിലേക്ക് ആ ചർച്ചകളെ ചുരുക്കിക്കെട്ടുന്ന ഒരു സാഹചര്യം. ലഹരി ഉപയോഗിച്ചിരിക്കുന്നത് ഏത് സ്ഥാപനത്തിൽ നിന്നാണോ ആ സ്ഥാപനത്തിലേക്ക് മാത്രം ആ ചർച്ചയെ ചുരുട്ടിക്കൂട്ടുന്ന ഒരു സാഹചര്യം. ലഹരി ഉപയോഗിച്ചത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനാണോ ആ രാഷ്ട്രീയ പാർട്ടിയിലേക്കും ആരോപണ പ്രത്യാരോപണങ്ങളിലേക്കും ആ ചർച്ചയെ ചുരുക്കിക്കാണുന്ന ഒരു രൂപം ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ലഹരി എന്ന് പറയുന്നത് അതിന് മതമില്ല, ലഹരിക്ക് സ്ഥാപനമില്ല, ലഹരിക്ക് പ്രദേശമില്ല. ലഹരി മനുഷ്യൻ്റെ ശത്രുവാണ്. മനുഷ്യരായി പറഞ്ഞാൽ ആളുകൾ എവിടെയൊക്കെ ഉണ്ടോ അവരെയെല്ലാം ബാധിക്കുന്ന ഒരു ശത്രു തന്നെയാണ് ലഹരി എന്ന ആ ഒരു തിരിച്ചറിവ്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ലഹരി മനുഷ്യവർഗത്തിൻ്റെ ശത്രു എന്ന് പറയുന്നത് വിശാലമായ അർത്ഥത്തിലുള്ളതാണ്. അതേതെങ്കിലും ഒരു മതത്തിലേക്കോ ഒരു പാർട്ടിയിലേക്കോ ഒരു ദേശത്തിലേക്കോ ഒരു പ്രദേശത്തിലേക്കോ ചുരുക്കി കാണിച്ച് അതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ് എന്ന രീതിയിൽ അത് കൈകാര്യം ചെയ്യുവാൻ ഒട്ടുമേ പാടില്ല. ഏത് വിഭാഗത്തിലാണ് കൂടുതൽ ലഹരി എന്നുള്ള ചർച്ച പല സന്ദർഭത്തിലും കേരളത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അതിലേറ്റവും നിർണായകമായൊരു സന്ദർഭം നമുക്ക് ഓർമ്മയുണ്ട്. നാർക്കോട്ടിക് ജിഹാദ് എന്ന പേരിൽ കോയിൻ ചെയ്തെടുത്ത ഒരു അവാസ്തവം കേരളത്തിൽ കൊണ്ടുപിടിച്ച രീതിയിൽ പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു. ആ സമയത്ത് ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി ആ നിർണായക സന്ദർഭത്തിൽ ഒരു പത്രസമ്മേളനം നടത്തുകയുണ്ടായി. ആ പത്രസമ്മേളനത്തിൽ അന്ന് അദ്ദേഹം പറഞ്ഞത് 2020 സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത NDPS ആക്ട് പ്രകാരമുള്ള കേസുകൾ 4941 എന്നാണ്. അവയിൽ പ്രതികളായ 5422 പേരിൽ 2700 പേരും അഥവാ 49%, ആ മൊത്തം ലഹരി കേസുകളുടെ 49% പിടിക്കപ്പെട്ടിരിക്കുന്നത് ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തിലുള്ള ആ നാമത്തിലുള്ള ആളുകളെയാണ് എന്നാണ്. 1869 പേർ അഥവാ 34% മുസ്ലിം പേരുള്ള ആളുകളാണ് എന്നാണ്. 853 പേര് അഥവാ 15% ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആ പേരുകാരായ ആളുകളാണ് എന്നാണ്. ഈ കണക്ക് മുന്നിൽ വെച്ചുകൊണ്ട് മുഖ്യമന്ത്രി അന്ന് പറഞ്ഞൊരു കാര്യം, കേരളത്തിൻ്റെ ഡെമോഗ്രഫി വെച്ച്, അതിൻ്റെ ജനസംഖ്യ വെച്ച്, അതിൻ്റെ തോത് പരിഗണിച്ച് നോക്കിയാൽ ഇങ്ങനെ തന്നെയാണ് ഇവിടെയുള്ള മതവിഭാഗത്തിൻ്റെ തോത്. ഏറ്റവും കൂടുതലുള്ളത് ഹൈന്ദവരാണ്, അതിൻ്റെ തൊട്ടു താഴെയുള്ളത് മുസ്ലിങ്ങളാണ്, അതിൻ്റെ തൊട്ടു താഴെയുള്ളത് ക്രിസ്ത്യാനികളാണ്. അപ്പോൾ ഇവിടെയുള്ള ലഹരി ഉപയോഗം, മയക്കുമരുന്നിൻ്റെ ഉപയോഗം ആ ജനസംഖ്യാനുപാതികമായിട്ട് തന്നെയുള്ളൂ. അല്ലാതെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽ കൂടുതൽ, ഏതെങ്കിലും മതവിഭാഗത്തിൽ കുറവ് എന്ന രീതിയിലേക്ക് ഇതിനെ ആരും ചുരുക്കി കാണേണ്ടതില്ല. ലഹരി എല്ലാ ആളുകളുടെയും ശത്രുവാണ്. അതിനങ്ങനെയാണ് കാണേണ്ടത്. അതിനൊരു മതത്തിലേക്ക് ചേർത്ത് സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് പത്രക്കാരല്ല, ഏതെങ്കിലും ചാനലുകാരല്ല, ഏതെങ്കിലും പാർട്ടിക്കാരല്ല, മറിച്ച് രാജ്യം ഭരിക്കുന്ന മുഖ്യമന്ത്രി തൻ്റെ മുമ്പിൽ ഔദ്യോഗികമായി ലഭിച്ചിരിക്കുന്ന കണക്കുകൾ വെച്ചുകൊണ്ട് സംസാരിച്ചതാണ്. ഞാനിത് പറയാനുള്ളൊരു കാരണം, ഇപ്പോഴും ലഹരിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വരുമ്പോൾ, അതിൽ പിടിക്കപ്പെടുന്ന ആളുകളുടെ പേരുകൾ വരുമ്പോൾ, ആ പേരിലേക്കും ആ സമൂഹത്തിലേക്കും ആ സമുദായത്തിലേക്കും അവർ ഉയർത്തിപ്പിടിക്കുന്ന ആ വിശുദ്ധ ഖുർആനിലേക്കും ചേർത്ത് കെട്ടിക്കൊണ്ട് അതിന് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഇപ്പോഴുമുണ്ട്. അവരുടെ മുമ്പിൽ ഈ കണക്ക് ഉയർന്നു നിൽക്കുന്നുണ്ട്. അത് നമ്മളും തിരിച്ചറിയേണ്ടതുണ്ട്. ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ നിന്നാണ് പിടിക്കപ്പെട്ടതെങ്കിൽ മലപ്പുറം ജില്ലയെ ബ്ലെയിം ചെയ്യുന്നൊരവസ്ഥ ഇപ്പോഴും നിലവിലുണ്ട്. യഥാർത്ഥത്തിൽ മലപ്പുറം ജില്ലയിൽ കൂടുതൽ മുസ്ലിങ്ങളാണ്.
സ്വാഭാവികമായിട്ടും ഇവിടെ പിടിക്കപ്പെടുന്ന ഏതൊരു കേസുകളാകട്ടെ ആ കേസുകളിൽ ആനുപാതികമായി മുസ്ലിം പേരുകൾ കടന്നു വരുമെന്ന് നമുക്കറിയാം. സൗദി അറേബ്യയിൽ പല കുറ്റകൃത്യങ്ങൾക്കായി തലവെട്ടുന്ന അവസ്ഥ വരെ ഉണ്ടാകാറുണ്ട്. ആ തലവെട്ടുന്ന ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സൗദി അറേബ്യയിലെ വാസികളാണ് എങ്കിൽ അതിൽ മിക്കവാറും ഒക്കെ മുസ്ലിങ്ങളായിരിക്കും. കാരണം അത് മുസ്ലിം രാഷ്ട്രമാണ്. അത് ആ പേരും പറഞ്ഞ് സൗദി അറേബ്യയിലുള്ളവർ മുഴുവൻ കുറ്റക്കാരാണ്, അവിടെ കുറ്റകൃത്യം കൂടുതലാണ് എന്ന് പറയാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ലോകത്തിൻ്റെ പട്ടിക നോക്കിയാൽ കുറ്റകൃത്യം പൊതുവെ കുറവുള്ള രാജ്യമാണത്. പക്ഷേ ഇങ്ങനെ ഒരു സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് പേര് വെച്ചുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുന്നത് എങ്കിൽ ശരിയായ രീതിയിൽ നമുക്ക് കാര്യം അവതരിപ്പിക്കാൻ കഴിയില്ല. ഇസ്ലാമോഫോബിയയുടെ ഈ കാലത്ത് ഏതൊരു കുറ്റകൃത്യത്തിൽ പിടിക്കപ്പെട്ടാലും അതിൻ്റെ പേരുകാരൻ മുസ്ലിമാണ് എങ്കിൽ അത് പലപ്പോഴും ചർച്ചയാവുകയും അത് മുസ്ലിം നാമമല്ല എങ്കിൽ അത് ചർച്ചയിൽ നിന്ന് പെട്ടെന്ന് മറഞ്ഞു പോവുകയും ചെയ്യുന്നൊരു പ്രവണത വേറെയുമുണ്ട്. അതും ഈ പരിസരത്തിന് ഒരു കാരണമാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, എലത്തൂർ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു ട്രെയിനിന് തീ വെക്കുകയുണ്ടായി. അതിനെ പ്രതിയെ പിടിച്ചു. ആ പ്രതിയെ പിടിച്ചപ്പോൾ അദ്ദേഹം ഒരു മുസ്ലിം പേരുകാരനാണ്. ഉടനെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്നുകൊണ്ട് പറഞ്ഞത് ഇദ്ദേഹം ജാക്കിർ നായിക്കിൻ്റെ പ്രഭാഷണം കേൾക്കുന്നയാളാണ്, ഇദ്ദേഹം ഏതോ ഒരു തത്വശാസ്ത്രത്തിൽ റാഡിക്കലൈസ് ചെയ്യപ്പെട്ടയാളാണ്, ഇദ്ദേഹം ഷഹീൻ ബാഗ് എന്ന് വരുന്നയാളാണ്. അങ്ങനെ ആ വ്യക്തിയുടെ മതത്തിലേക്കും ആ വ്യക്തിയുടെ പ്രദേശത്തിലേക്കും ചേർത്ത് വെച്ചുകൊണ്ട് അപരവൽക്കരിക്കുവാനുള്ള ശ്രമം ആരുടെയെങ്കിലും ഭാഗത്തു നിന്നല്ല ഉണ്ടായത്, ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത്. എന്നാൽ ഏതാനും ആഴ്ചകൾക്ക് ശേഷം അതേ ട്രെയിന് തന്നെ കണ്ണൂരിൽ വെച്ചുകൊണ്ട് മറ്റൊരു അഗ്നിക്കിരയുണ്ടായി. അതും ഒരാൾ തീ കൊടുത്തതാണ്. ആ വ്യക്തിയെയും പിടിച്ചു. അവരെ പിടിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് മുസ്ലിം അല്ല, മുസ്ലിം പേരല്ല. അതോടുകൂടി അദ്ദേഹം മാനസിക രോഗിയായി. ആ ചർച്ച ഒരൊറ്റ പകല് കൊണ്ട് തന്നെ അവസാനിക്കുകയും ചെയ്തു. ഇതിവിടെയുള്ള ഒരു നിലവിലുള്ള ഒരു അവസ്ഥയാണ്. ഈ ഇസ്ലാമോഫോബിയ തലക്ക് പിടിച്ച മാധ്യമങ്ങളും മറ്റു സംവിധാനങ്ങളും അതുപോലെ തന്നെ ഭരണ സംവിധാനങ്ങളും ഉദ്യോഗസ്ഥന്മാരും വരെ മുസ്ലിം നാമധാരികൾ ഇതിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ ഇസ്ലാമിലേക്കും മുസ്ലിമീങ്ങളിലേക്കും ചേർത്ത് വെച്ച് വ്യാഖ്യാനിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. അപ്പോൾ മയക്കുമരുന്ന് ഉപയോഗത്തിൽ മുന്നിൽ നിൽക്കുന്ന സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ മദ്രസയിൽ പഠിച്ച കുട്ടികളുണ്ടായത് കൊണ്ടല്ലല്ലോ. അവിടെ മദ്രസ വിദ്യാഭ്യാസമൊന്നുമില്ല. പിന്നെ എങ്ങനെയാണ് അവിടെ ലഹരിയിലും മയക്കുമരുന്നിലും മുന്നിൽ നിൽക്കാനുള്ള കാരണം ഉണ്ടാകുന്നത്? അപ്പോൾ അതൊക്കെ തികച്ചും മുൻധാരണകൾ വെച്ചുകൊണ്ടുള്ള ചില പ്രചാരണങ്ങളുടെ ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ലഹരി ഒരു പ്രശ്നമാണ് എന്ന് ഞാൻ പ്രസംഗിച്ച് തെളിയിക്കേണ്ട ഒരു സാഹചര്യം ഇന്നില്ല. ഇവിടെ സ്വാഗതത്തിലൊക്കെ പറഞ്ഞതുപോലെ ലഹരിയുടെ മയക്കുമരുന്നിൻ്റെ MDMA-യുടെയൊക്കെ ഉപയോഗത്തിൻ്റെ പ്രശ്നം നിരന്തരം നമ്മൾ വാർത്തകളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാണുക മാത്രമല്ല, പല കുടുംബങ്ങളും അതിൻ്റെ കെടുതികളിൽ നിന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരുടെ മുമ്പിൽ ഇതിൻ്റെ വ്യാപ്തിയും അതിൻ്റെ അപകടവും അതിൻ്റെ കണക്കും ഞാൻ ഒരിക്കലും സമർപ്പിക്കേണ്ടതില്ല. ആ ചർച്ച കൊണ്ട് നമുക്ക് സമയം അതിന് കളയേണ്ട ആവശ്യവുമില്ല. നമുക്കറിയാം, സാധാരണ വൈകുന്നേരമായി കഴിഞ്ഞാൽ എൻ്റെ മകൻ വീട്ടിലേക്ക് വരട്ടെ എന്നാണ് മാതാപിതാക്കൾ ആഗ്രഹിക്കാറുള്ളത്. എന്നാൽ ഇന്ന് കേരളത്തിലെ പല വീടുകളിലും പ്രത്യേകിച്ച് വൃദ്ധരായ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത് ഇന്ന് ആ മകൻ വരാതിരുന്നെങ്കിൽ എന്നാണ്. കാരണം ആ മകൻ വന്നു കഴിഞ്ഞാൽ ഉള്ള സ്വൈരം കൂടി നൽകുകയില്ല. മാത്രമല്ല, അവൻ ചോദിക്കുന്ന പണം എടുത്തു കൊടുക്കേണ്ടി വരും. അത് കൊടുത്തില്ലെങ്കിൽ അടുക്കളയിലുള്ള കത്തിയുമായി എൻ്റെ നേരെ വരും, ചീത്ത പറയും, പിടിച്ചു തള്ളും. ഈ വിഷമം ആലോചിച്ചുകൊണ്ട് പല രക്ഷിതാക്കളും അവൻ വരാതിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന രക്ഷിതാക്കൾ ഇന്ന് വർദ്ധിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഒരച്ഛനെ മകൻ ചവിട്ടിക്കൊന്നു എന്ന് പറഞ്ഞത്. നമ്മളൊന്നാലോചിക്കും, നമ്മളൊരു ജീവനെ ചവിട്ടിക്കൊല്ലും. സ്വന്തം മാതാപിതാക്കളെ ചവിട്ടിക്കൊല്ലുന്ന, വെട്ടിക്കൊല്ലുന്ന, അറുത്തുകൊല്ലുന്ന എന്തൊക്കെ നികൃഷ്ടമായ രീതിയിലാണ്, വിചിത്രമായ രീതിയിലാണ് ഇന്ന് കുറ്റകൃത്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാത്തിൻ്റെ തലക്കലും പോയി നോക്കിക്കഴിഞ്ഞാൽ അവൻ ലഹരി ഉപയോഗിച്ചിരുന്നു, അവൻ മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ താമരശ്ശേരിയിലുണ്ടായ സംഭവത്തിൻ്റെ പിന്നിൽ എന്താ? ബാംഗ്ലൂരിൽ കൊണ്ടുപോയി ആക്കിയതാണ് ആ ചെറുപ്പക്കാരനെ. ഈ ലഹരി സാധനങ്ങളൊന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, മോചിതനാകാൻ വേണ്ടിയിട്ട്.
പക്ഷേ അവിടെയുള്ള ഡി അഡിക്ഷൻ സെൻ്ററിൽ നിന്ന് വന്നിട്ടാണ് സ്വന്തം മാതാവിൻ്റെ കഴുത്തറുത്ത് പോകുന്നത്. ഒരു ചെറുപ്പക്കാരനെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി, സാഹചര്യം ഒന്ന് മാറ്റാൻ വേണ്ടി അവൻ്റെ മാതാപിതാക്കൾ സൗദിയിലേക്ക് കൊണ്ടുപോയി, ജോലി സ്ഥലത്തേക്ക് കൊണ്ടുപോയി. എന്നാൽ അവിടെ ഒരുമിച്ച് ജീവിച്ച കാര്യം ഇവൻ നന്നായി കിട്ടിയെങ്കിലും വിചാരിച്ചിട്ട്. പക്ഷെ ഇവൻ ചെയ്തതെന്താണെന്ന് വെച്ചാൽ രാത്രി ഉറങ്ങിക്കിടക്കുന്ന അവൻ്റെ പിതാവിൻ്റെ കണ്ണ് പോയി ചോർന്നെടുത്തു. നമ്മളൊന്ന് ആലോചിക്കും, ജീവുള്ള മനുഷ്യൻ്റെ കണ്ണ് ചോർന്നെടുക്കുക, അതും വാപ്പാൻ്റെ, അച്ഛൻ്റെ. അതായത് ഇങ്ങനത്തെ ഒരാൾ വീട്ടിലുണ്ടായാൽ ആ വീട്ടുകാർക്ക് യാതൊരു സ്വസ്ഥത ഉണ്ടാവില്ല. എന്താണ്, എപ്പോഴാണ്, ഏത് രീതിയിലാണ് ചെയ്യുക എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഇത് കേരളം ഇനി ചർച്ച ചെയ്തേ പറ്റൂ. അതുകൊണ്ടാണ് ഇന്ന് ചർച്ചകൾ മൊത്തത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ പറയാനുള്ളത് അതിന് പരിഹാരത്തെ സംബന്ധിച്ചാണ്. എന്താണ് ഇതിന് പരിഹാരം എന്നതാണ്. ഇവിടെ പരസ്പരം പഴിചാരുകയല്ല വേണ്ടത്. ഇവിടെ എല്ലാവരും ഈ ലഹരിയുമായി ബന്ധപ്പെട്ട ചർച്ച വന്നാൽ വേഗം പരസ്പരം എന്ത് ചെയ്യും? നമ്മളൊരു 4 ആൾ കൂടിയാലേ പറയും സർക്കാർ ശരിയല്ല എന്ന് പറയും. സർക്കാർ കൂടിയാൽ പറയുന്നത് നാട്ടുകാർ ശരിയല്ല എന്ന് പറയും. നാട്ടുകാരും സർക്കാരും പാടെ കൂടി എന്ത് പറയും? അത് പുറത്തുനിന്ന് വരികയാണെങ്കിൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല എന്ന് പറയും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുളച്ചണ്ടി നീക്കുന്നത് പോലെ ഈ നീക്കി കളിക്കുന്ന ഒരു സ്വഭാവമാണ് ഇന്ന് ലഹരിയുടെ വിഷയത്തിലുള്ളത്. അങ്ങനെ ഇത് കൈകാര്യം ചെയ്തതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇവിടെ കൂടി ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, നമുക്ക് നമ്മുടെ നാട് നിന്ന് രക്ഷപ്പെടണം. നമ്മുടെ നാട് നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ ഈ ഇന്ത്യ രാജ്യം ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമ്മുടെ സംസ്ഥാനങ്ങൾ രക്ഷപ്പെടണം. സംസ്ഥാനങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ നമ്മുടെ ജില്ലകൾ രക്ഷപ്പെടണം. ജില്ലകൾ രക്ഷപ്പെടണമെങ്കിൽ നമ്മളെ പഞ്ചായത്തുകൾ രക്ഷപ്പെടണം. ആ പഞ്ചായത്തുകളിൽ മാറ്റമുണ്ടാകണമെങ്കിൽ ആ പഞ്ചായത്തിലെ ഓരോ വീട്ടിലും മാറ്റമുണ്ടാകണം. ഓരോ വീട്ടിലും അതിന് ലഹരിക്കെതിരെയുള്ള മാറ്റമുണ്ടാകണമെങ്കിൽ ആ വീട്ടിലെ ഓരോ മെമ്പറും ഇതിനെതിരെ ജാഗ്രതയുള്ളവരാകണം. അഥവാ നമ്മൾ ഓരോരുത്തരും നമ്മിൽ നിന്നാണ് ഇത് തുടങ്ങേണ്ടത്. ഒരു കഥ പറയാറുണ്ട്. ഒരു ഗ്രാമത്തിൽ മോഷണശല്യം പെരുകി എന്ന് പറയും. ഭയങ്കരമായ മോഷണശല്യം. അപ്പോൾ ആളുകൾ അതിന് കണ്ടെത്തിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ ഇരുട്ടാണ്. അവിടെ സ്ട്രീറ്റ് ലൈറ്റുകളുടെ കുറവ് നന്നായിട്ടുണ്ട്. അപ്പോൾ രാത്രിയായി കഴിഞ്ഞാൽ മോഷ്ടിക്കാൻ ഇറങ്ങുന്ന ആളുകൾക്ക് യഥേഷ്ടം മോഷ്ടിക്കാൻ തന്നെ അവർക്ക് CCTV ക്യാമറയും മറ്റിലൊന്നും പെടില്ല അവർ. അപ്പോൾ അവർ അധികാരികളോട് നിരന്തരം ആവശ്യപ്പെട്ടു എവിടെയൊക്കെ സ്ട്രീറ്റ് ലൈറ്റുകൾ വെക്കണം പറഞ്ഞിട്ട്. പക്ഷെ അതൊന്നും ഉണ്ടായില്ല, നടപടി ഉണ്ടായില്ല. അതിലൊരു വീട്ടുകാരൻ എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഒരു ബൾബ് എടുത്ത് അങ്ങാടിയിലേക്ക് നീട്ടിയിട്ട് വയറ് വെച്ചുകൊണ്ട് നീട്ടിക്കൊണ്ടുപോയിട്ട് അത് ഓൺ ചെയ്തു. അവിടെ പ്രകാശമായി. അത് കണ്ടപ്പോൾ തൊട്ട അയൽവാസി എന്ത് ചെയ്തു? അയാൾ ഒരു ബൾബ് ഓർത്ത് കിട്ടും. അത് കണ്ട് അടുത്ത ആൾ ബൾബ് ഓർത്ത് കിട്ടും. വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് ആ ഗ്രാമപ്രദേശം പ്രകാശമാനമായി എന്നാണ് കഥ. അതായത് മറ്റുള്ളവർ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് കാത്തു നിൽക്കുന്നതിന് പകരം നമുക്കെന്ത് ചെയ്യാൻ പറ്റുമെന്നാണ്. കൂരാകൂരിട്ടിൽ മിന്നിത്തിളങ്ങുന്ന ഒരു മിന്നാമിനുങ്ങ് പോലും വലിയ ശോഭയുണ്ടാക്കും. നമ്മുടെ ചെറിയ ഒരു ശ്രമം പോലും ഈ സന്ദർഭത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ രംഗത്ത് വരാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ വിശ്വാസികളാണ്. നമുക്ക് ഈ വിഷയത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, എൻ്റെ വീട്ടിൽ ലഹരി ഉപയോഗിക്കുന്ന ഒരാളുണ്ടാവില്ല. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് ഞാനതൊരിക്കലും ഉപയോഗിക്കില്ല. ഇങ്ങനെ ഓരോരുത്തരും തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ വിഷയം തീരും. ഈ വിഷയം നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റും. അവിടേക്കാണ് വിശ്വാസി സമൂഹം വരേണ്ടത്. അതിനാദ്യം വേണ്ടത് എന്താ വെച്ചാൽ, പൊതുബോധത്തിന് നമ്മൾ ഒരിക്കലും വിധേയമാകരുത് എന്നുള്ളതാണ്. ഇന്ന് എന്താണ് ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള ഒരു പൊതുബോധം? ഓരോരുത്തരും ഏതളവിലാണോ ഉപയോഗിക്കുന്നത് അതിനപ്പുറത്തുള്ളതേ പ്രശ്നമുള്ളൂ. അതിൻ്റെ ഉള്ളിലുള്ളത് എന്തല്ല, ഒരു പ്രശ്നമല്ല. ഇതാണ് ഇപ്പം ഇന്നത്തെ ഒരു പൊതുബോധം എന്ന് പറയുന്നത്. അതായത് കുറച്ചൊക്കെ ആ കമ്പനിക്കൊക്കെ വേണ്ടിയാകാം. ചില ആൾക്കാർ നയമാണ്, കമ്പനിക്കൊക്കെ വേണ്ടിയാകാം, നമ്മൾ ഒറ്റക്കാവുമ്പോൾ പാടില്ല എന്നേ ഉള്ളൂ. ചില ആൾക്കാർ നിയമമാണത്. അതേപോലെ തന്നെ ടൂർ പോകുമ്പോൾ, ഒരു യാത്ര പോകുമ്പോൾ ഒന്നും കുടിക്കണേനൊന്നും കുഴപ്പമില്ല, ഉപയോഗിക്കണേനൊന്നും കുഴപ്പമില്ല. അല്ലാത്ത സമയത്ത് ഉപയോഗിക്കുന്നതേ പ്രശ്നമുള്ളൂ. അതെന്താ? ടൂർ പോകുമ്പോൾ ഉപയോഗിക്കണോ ആ ന്യായം പറയും. അല്ലെങ്കിലോ സ്വകാര്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുക, അത് പബ്ലിക്കിലെ ഒഴിവാക്കണ്ടോ, ഇതാണ് വേറൊരു നിലപാട്. അല്ലെങ്കിലോ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ് പ്രശ്നം. അത് സ്ഥിരമായിട്ട് ഇനി ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാക്കാതെ നോക്കിയാൽ മതി. യാത്രയിലാകാം അല്ലേ, നമ്മുടെ MVD പറഞ്ഞതാണ്, യാത്രക്കാർക്കാകാം, ഡ്രൈവർക്ക് പാടില്ല എന്നേ ഉള്ളൂ. അതുപോലെ ചില പാർട്ടിക്കാർ പറയുന്നത് എന്താ, വീട്ടിലിരുന്നു കൊണ്ടാകാം, അവരുടെ സമ്മേളനത്തിന് വരുമ്പോൾ പാടില്ല എന്നേ ഉള്ളൂ.
ആഘോഷങ്ങളൊക്കെ ഉണ്ടാവാം, സാധാരണ ജീവിതത്തിൽ പാടില്ല എന്നേ ഉള്ളൂ. ഇതൊക്കെയാണ് ഇന്ന് സോഷ്യൽ ഡ്രിങ്കിങ് എന്ന ഒരു ഓമന പേര് തന്നെ ഇതിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് മദ്യപിക്കാനും ഒരു മാന്യത കൊടുക്കുക, അതിനും ഒരു മാന്യമായ ഏർപ്പാടാണ് എന്നുള്ള രീതിയിലേക്ക് ഒരു പൊതുബോധം ഇന്ന് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഓരോരുത്തരും എവിടെയാണോ ഉപയോഗിച്ച് എത്തിയിട്ടുള്ളത് അത് അവിടെ നിന്ന് വരെയാ, അതുവരെയുള്ളതൊക്കെ ഓക്കെയാണ്, ഇവിടുന്ന് അങ്ങോട്ടാകാൻ പാടില്ല. ഇതെന്ന് പറഞ്ഞ് ഒരു പരിധി വരെ നമ്മളെ പല ആളുകളെയും എന്ത് ചെയ്യുന്നുണ്ട്, സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഉറപ്പിച്ച് പറഞ്ഞ് ഓർത്തു വെച്ചോളൂ, നമ്മൾ മുഅ്മിനീങ്ങളാണെങ്കിൽ, മുസ്ലിമീങ്ങളാണെങ്കിൽ നമ്മുടെ നിയമം എന്താ? ഈ പൊതുബോധമല്ല നമ്മുടെ നിയമം, ഒട്ടുമേ പാടില്ല എന്നതാണ്. അൻ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? മാ അസ്കറ കതീറുഹു വഖലീലുഹു ഹറാം. കൂടുതൽ ഉപയോഗിച്ചാൽ മത്തുണ്ടാകുന്ന, ലഹരിയുണ്ടാകുന്ന ഏതെല്ലാം സാധനങ്ങളുണ്ടോ അതെല്ലാം ഹറാമാകുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഉറപ്പിക്കുക, കുറച്ചല്ലേ എന്നുള്ള ന്യായം മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നിലക്കും അത് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ തീരുമാനിക്കേണ്ടത് അത് എപ്പോഴല്ലേ, പൂർവ്വമ്പോഴല്ലേ, ഇടയ്ക്കൊക്കെയല്ലേ, കമ്പനിക്കല്ലേ, ഇതൊന്നും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിലക്കും അംഗീകരിക്കാൻ പാടില്ലാത്തതാണ്. ഇനി മദ്യം എന്നതിന് പേരും രൂപമൊക്കെ ഇങ്ങനെ മാറ്റി, അതിന് പേരുകൾ ഇങ്ങനെ മാറ്റിയാൽ പിന്നെ അത് അതിൻ്റെ ഗൗരവം ഇങ്ങനെ കുറഞ്ഞു വരുന്നൊരു സ്വഭാവം. അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? ലയശ്റബന്ന നാസും മിൻ ഉമ്മത്തി അൽ ഖംറ. എൻ്റെ ഉമ്മത്തിൽ നിന്ന്, ശരിക്കും അടിവരടണം, എൻ്റെ ഉമ്മത്തിൽ നിന്ന് തന്നെ മദ്യപിക്കുന്ന ഒരു വിഭാഗം കടന്നു വരും. എന്നിട്ട് പറഞ്ഞതെന്താ? യുസമ്മൂനഹാ ബിഗൈരി ഇസ്മിഹാ. അതിനവർ മറ്റു പല പേരുകളുമാണ് പറയുക. മദ്യം എന്ന് പേര് പറയില്ല, അതിന് പേരുകൾ അവരിങ്ങനെ മാറ്റി മാറ്റി പറയും. അപ്പൊ അതിന് മദ്യം എന്ന് പേരിട്ടാലും, കഞ്ചാവ് എന്ന് പേരിട്ടാലും, ഹാൻസ് എന്ന് പേരിട്ടാലും, പാൻപരാഗ് എന്ന് പേരിട്ടാലും, MDMA എന്ന് പേരിട്ടാലും, LSD എന്ന് പേരിട്ടാലും, വിവിധ സ്റ്റാമ്പുകൾ എന്ന് പേരിട്ടാലും, മോളി എന്ന് പേരിട്ടാലും, മെത്ത് എന്ന് പേരിട്ടാലും, ഐസ് മെത്ത് എന്ന് പേരിട്ടാലും, സ്പീഡ് എന്ന് പേരിട്ടാലും, ബിസ്ക്കറ്റ് എന്ന് പേരിട്ടാലും, ബീൻസ് എന്ന് പേരിട്ടാലും, ഹെറോയിൻ എന്ന് പേരിട്ടാലും, കൊക്കൈൻ എന്ന് വിളിച്ചാലും, മാജിക് മഷ്റൂം എന്ന് പറഞ്ഞാലും, ഹാഷിഷ് എന്ന് പറഞ്ഞാലും, ബ്രൗൺ ഷുഗർ എന്ന് പറഞ്ഞാലും, ഏത് പേരിൽ എങ്ങനെ അഭ്യസിപ്പിച്ചാലും അമ്മാനമാടിയാലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതൊരു നിലക്കും ഉപയോഗിക്കാൻ പാടില്ല എന്ന് തന്നെയാണ്. അവിടെ ഉറപ്പിക്കണം നമ്മൾ ആ വിഷയം. അതിങ്ങനെ പേര് മാറ്റി, കോലം മാറ്റി, അതേതെങ്കിലും ഒരു രീതിയിലേക്ക് ആയിക്കഴിഞ്ഞാൽ അത് ലിക്വിഡിന്റെ രൂപത്തിലോ, പുകയുടെ രൂപത്തിലാകട്ടെ, ഇഞ്ചക്ഷന്റെ രൂപത്തിലാകട്ടെ, പൗഡറിന്റെ രൂപത്തിലാകട്ടെ, ഗുളികയുടെ രൂപത്തിലാകട്ടെ, മറ്റേത് രീതിയിലാകട്ടെ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു നിലക്കും പാടില്ല. ഇവിടെയാണ് അതിൻ്റെ നയം സെറ്റ് ചെയ്യേണ്ടത്. ഇതല്ല ഇന്ന് പൊതുസമൂഹത്തിലുള്ള നയം, അതല്ല. കുറച്ചൊക്കെ ആകാം, അങ്ങനെയൊക്കെ ആകാം. ഇപ്പം എന്താ പറയുക, സാധാരണ മദ്യം എന്തുകൊണ്ടാണ് നിരോധിക്കാത്തത്? എന്താ മദ്യം നിരോധിക്കാത്തത്? മദ്യം നിരോധിച്ചാൽ വ്യാജവാറ്റുണ്ടാകുമെന്നാണ് അല്ലേ? അല്ലെങ്കിൽ കഞ്ചാവ് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ആൾക്കാർ കഞ്ചാവ് ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ എന്താ പറയുന്നത്? MDMA വരാതിരിക്കാൻ നല്ലത് ഇനി കഞ്ചാവ് ലീഗലൈസ് ചെയ്യാനാണ്. കഞ്ചാവ് ലീഗലൈസ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഇപ്പം എവിടെ എത്തി? ഇനി ഇതിലും വലിയ രാസലഹരികൾ വരുന്നുണ്ട്. അതുകൊണ്ട് അതിലേക്ക് പോകാതിരിക്കാൻ MDMA എന്ത് ചെയ്യണം? അനുവദിച്ചു കൊടുക്കണം. എവിടേക്കാണ് ഈ വര പോവുക? ഈ വര എവിടെ പോയിട്ട് നിൽക്കുക? അതൊന്നും അതിൻ്റെ ശരിയല്ല. ഇത് ഒരു തുള്ളി പോലും പാടില്ല. ഒരു പേരിലാണെങ്കിലും പാടില്ല, ഒരു സാധനം ഒരു രീതിയിലും അത് ഉപയോഗിക്കാൻ പാടില്ല എന്നിടത്താണ് നമ്മൾ തീരുമാനമാക്കേണ്ടത്. അപ്പം ഞാൻ പറയുന്നത് ലഹരിക്ക് പരിഹാരം, ഞാൻ പറയുന്നത് പരിഹാരത്തിൽ ഒന്നാമത് തീരുമാനം എടുക്കേണ്ടത് ഇവിടെ നാട്ടിൽ മീഡിയകളും അതുപോലെ പൊതുസമൂഹവും ഇതിനെ നിസ്സാരവൽക്കരിക്കാൻ വേണ്ടി വിവിധങ്ങളായ അടവുകൾ പയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ നമ്മൾ ഒട്ടും പാടില്ല എന്നിടത്ത് നമുക്ക് നിൽക്കാൻ കഴിയണം. അതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ചില ആൾക്കാരുണ്ട്, ഞാൻ അതൊക്കെ നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ ശീലിച്ച ആളാണ്. ഒരു കോളേജ് വിദ്യാർത്ഥി പറഞ്ഞ ആളാണ്, ഞാനിപ്പോൾ ഏകദേശം 15 വർഷമായിട്ട് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഇതുവരെ ഞാൻ അഡിക്റ്റ് ആയിട്ടില്ല. ആലോചിച്ചോ. അപ്പം എന്താണ് അഡിക്ഷൻ എന്ന് പോലും എന്ത് ചെയ്യില്ല, മനസ്സിലാണില്ല. അങ്ങനെയാണ് ചില ആൾക്കാർ പറയാം, ഞാൻ ആർക്കും ശല്യം ഉണ്ടാക്കുന്നില്ല, ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കലുണ്ട് അല്ലേ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ,
എത്ര നമ്മൾ രഹസ്യമായിട്ട് ഇത് ഉപയോഗിച്ചാൽ. ചില വളവന്മാരുണ്ട് അങ്ങനെ, ഭാര്യ അറിയാതെ മക്കളറിയാതെ എല്ലാവരിടത്തും മൂടി വെച്ച് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും. അതതിന് പറ്റുന്ന സാധനങ്ങളുണ്ടാവും. ഒന്നുകിൽ ചുണ്ടിൻ്റെ അടിയിൽ വെച്ച്, അല്ലെങ്കിൽ പല്ലിൻ്റെ അടിയിൽ വെച്ച്, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ കൊടുത്ത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കഷായം കുടിക്കുകയാണെന്ന് പറഞ്ഞ്, മരുന്ന് കുടിക്കുകയാണെന്ന് പറഞ്ഞ് കബളിപ്പിച്ച് ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇതൊരു ഓരോ ഒട്ടകപ്പക്ഷി നയം പോലെയാണ്. ഒട്ടകപ്പക്ഷിൻ്റെ രൂപം എന്താ വെച്ചാൽ അത് തലയെ മണ്ണിൽ പൂഴ്ത്തി കഴിഞ്ഞാൽ എന്നാരും കാണുന്നില്ല എന്നുള്ളതാണ്. അതേപോലെ ഇത് ഞാനിങ്ങനെ സ്വകാര്യമായിട്ട് കൊണ്ടുവരുന്ന ഞാൻ ഉപയോഗിക്കുന്നത് ആരും അറിയുന്നുണ്ടാവില്ല. അതൊക്കെ വെറുതെയാണ്. എല്ലാവരും ഇതറിയും. അവസാനം എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, നമ്മൾ മാറിയത് നമ്മൾ തന്നെ അറിയില്ല. നമ്മുടെ ഡോസ് ഇങ്ങനെ കൂടി വരും. ഇന്ന് ഉപയോഗിക്കുന്ന അളവാവില്ല നാളെ ഉപയോഗിക്കുക, നാളെ ഉപയോഗിക്കണവർ അടുത്ത ദിവസം ഉപയോഗിക്കുക. അപ്പോൾ ഇതിന് അളവ് ഇങ്ങനെ കൂടി വരുമ്പോൾ സ്വാഭാവികമായിട്ട് കുടുംബത്തിൽ പ്രശ്നം വരും, നാട്ടിൽ പ്രശ്നം വരും. അപ്പോൾ നമ്മളോട് പലരും എന്ത് ചെയ്യും, അത് തിരുത്താൻ വേണ്ടി വരും. ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയും. ആരാണോ നമ്മളെ തിരുത്തുന്നത് അവരെ നമ്മൾ ശത്രുക്കളായി പ്രഖ്യാപിക്കും. അങ്ങനെ നമ്മളുമായി ഏറ്റവും അടുത്ത ആളുകളൊക്കെ നമ്മളിൽ നിന്ന് ഇങ്ങനെ അകലാൻ തുടങ്ങും. നമ്മൾ ഭാര്യ അകലും, മക്കളകലും, വാപ്പയകലും, കുടുംബങ്ങളകലും. പിന്നെ നമ്മളുമായി പരിചയമില്ലാത്ത ആൾക്കാരെടുത്തേക്കാണ് എന്ത് ചെയ്യുക, പിന്നെ പോകണം. പിന്നെ നമുക്ക് അവസാനം എന്തെന്ന് വെച്ചാൽ ഭാര്യയും മക്കളും ഒക്കെ കൈവിട്ട് ഒന്നുമല്ലാതാകുന്നൊരവസ്ഥയൊക്കെ ഉണ്ടാകും. ഈ സംഗതി ഉണ്ടല്ലോ, ഈ ലഹരി ഉപയോഗം ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും നമ്മൾ ഒഴിവാക്കും. അമേരിക്കൻ തെരുവുകളിൽ നിന്ന് കാണുന്നത് എന്താ, കോടീശ്വരന്മാരായ മനുഷ്യന്മാർ, നല്ല സമ്പത്തിൻ്റെ ഉടമകളായ ആളുകൾ, ഒരാൾ തിരിഞ്ഞോക്കല്ലാതെ അങ്ങാടി കൂടി ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ കിട്ടും. അമേരിക്കത്തെ കാര്യം അടിച്ചു നോക്കിയാൽ മതി. അത് ഒരാളും എടുക്കാനില്ല, കൊണ്ടുപോകാനില്ല. കാരണം ഇത് ഒരാളല്ല, ഇത് ഒരാളോ രണ്ടാളാണെങ്കിലല്ലേ കൊണ്ടുപോയി കൈകാര്യം ചെയ്യാൻ കഴിയുള്ളൂ. ഇതിനായിട്ട് മനുഷ്യന്മാർ ഈ സാധനം ബ്ലഡിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അവർക്ക് വിറയൽ വരും. രണ്ടാമത് പിന്നെ അടിച്ചു കൊടുക്കന്നെ. എന്നിട്ടിങ്ങനെ പിന്നെ മരിച്ചിട്ടുണ്ടോ ചോദിച്ചാൽ മരിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരവസ്ഥയിൽ തെരുവുകളിൽ കിടക്കുന്ന അവസ്ഥ. ഈ അങ്ങനത്തെ ഒരു തെരുവാണ് നമ്മുടെ കേരളത്തിൽ വരാൻ പോകുന്നത്. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ചില്ലറ വിഷയമല്ല സുഹൃത്തുക്കളെ. അതുകൊണ്ടാണ് അവസാനം എന്താ സംഭവിക്കാറിയോ, പിന്നെ ഈ ദീനും ഉണ്ടാവില്ല. ഇതൊക്കെ പോകുമ്പോൾ പിന്നെ ഈ മതം അതിൻ്റെ കൂടെ എപ്പോഴോ അതിൻ്റെ മുമ്പ് പോയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് മക്കൾ പലപ്പോഴും ഇങ്ങനത്തെ ആൾക്കാരെ കാണുക എങ്ങനെയെന്നറിയോ. ഒരു മദ്യപാനി അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന ഒരു പിതാവാണെങ്കിൽ മക്കൾക്കൊരിക്കലും അതൊരു വാപ്പയല്ല. അത് നമ്മൾ ഓർത്ത് നോക്കണം. കുട്ടികളിങ്ങനെ പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, സിറ്റ് ഔട്ടിൽ നിങ്ങൾ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ വാപ്പങ്ങനെ ഗേറ്റ് തുറന്ന് വരികയാണെങ്കിൽ കുട്ടികളെന്താ ചെയ്യുക അറിയോ, പുസ്തകക്കെട്ടൊക്കെ എടുത്തിട്ട് ഒന്നിച്ച് വേഗം മാറോട് ചേർത്ത് പിടിച്ച് ഉള്ളിലേക്ക് ഓടും. എൻ്റെ വാപ്പ വരുന്നുണ്ട്, അവർ കള്ളുകുടിയും വരുന്നുണ്ട് എന്നിട്ട് ഓടുക. കാരണം കയറി വന്നാൽ എന്താ ഇവിടെ ചെയ്യാന്ന് ആ കുട്ടിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പം എൻ്റെ ഉമ്മാനെ തല്ലും, ഇപ്പോൾ ഇവിടെ കച്ചറുണ്ടാക്കും, ബഹളുണ്ടാക്കും അയാൾ. അപ്പോൾ വാപ്പാൻ്റെ അടുത്ത് നിന്ന് കുട്ടി ഓടി റൂമിൻ്റെ ഉള്ളിൽ പോവുക ചെയ്യുക. നമ്മളൊന്ന് ആലോചിച്ച് നോക്കാൻ നിങ്ങൾ ഇങ്ങനത്തെ ഒരവസ്ഥ. അവർ സ്കൂളിൽ അനുഭവിക്കുന്ന മാനസിക പ്രശ്നത്തിലല്ലേ ഈ കുട്ടികൾ. നമ്മൾ വിചാരിക്കണ മാതിരിയല്ല. ഞാൻ കുടിച്ചാൽ എനിക്കെന്താ എന്ന് ചോദിക്കും ആൾക്കാർ. പക്ഷെ നമുക്ക് മക്കളുണ്ടെങ്കിൽ ആ മക്കൾ സ്വന്തം അവരുടെ സുഹൃത്തുക്കളിൽ നിന്ന് അനുഭവിക്കുന്ന വിഷമം എത്രയും. പിന്നെ അവർ വളർന്ന് വലുതായി കഴിഞ്ഞാൽ വിവാഹ സമയത്ത് ആ കുട്ടികളെന്ത് കുറ്റം ചെയ്ത്. പക്ഷെ ഒരു കല്യാണം വന്ന് ആലോചിച്ചാൽ ആൾക്കാർ ആദ്യം എന്താ പറയുക, അത് മറ്റേ കുട്ടിയുണ്ട് പറയും. നമ്മളൊന്ന് ആലോചിച്ചു നോക്കി എത്ര ഇടങ്ങാറ് അത് ഉണ്ടാകാൻ പോണത്. ഒരു കുടുംബത്തിലൊരു കല്യാണം പരിപാടി ഉണ്ടായാലും അവിടെ മാനമര്യാദക്ക് തല ഉയർത്തിരിക്കാൻ പറ്റും, വരാൻ കഴിയും. വീട്ടിലെന്തായിരിക്കും അവസ്ഥ, ജോലി സ്ഥലത്ത് എന്തായിരിക്കും അവസ്ഥ. ഇതിനെല്ലാം പോട്ടെ, അവസാനം മരിക്കണ സമയത്ത് മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ വരെ മനുഷ്യന്മാരെന്താ പറയുന്നത്, വാട്സപ്പിലൊക്കെ സന്ദേശം വരും, ഇന്നാൾ മരിച്ചു പറഞ്ഞിട്ട്. അപ്പോൾ അതിനടിയിൽ ആൾക്കാർ എഴുതും, അത് മറ്റേ കൂടി കുടിയനുണ്ട് എന്ന് ചോദിക്കും. ഒരു നല്ല വാക്ക് മനുഷ്യന്മാർ പറയില്ല. ഇതിലും വലിയ നരകയാതന വേറെ തരും. അതിങ്ങനെ പൊളിച്ച് പറയണത് എന്തിനറിയും, വളരെ രഹസ്യമായി ഇതിപ്പോഴും കൊണ്ടുനടക്കണ പല ആളുകളും നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് റമദാൻ മാസം ആകുമ്പോൾ വളരെ ഉഷാറായിട്ടുണ്ട്, ഈ പള്ളിയിലൊക്കെ ഉണ്ടാവും. റമദാൻ കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടി ഡോസിൽ തിരിച്ചങ്ങ് പോവുകയും ചെയ്യും. അവർ ആലോചിക്കുക, ഇത് അവസാനം എത്തിപ്പെടുന്നത് ഇങ്ങനത്തെ ഒരവസ്ഥ, ആരും തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥയിലായിരിക്കും. യാ അയ്യുഹല്ലദീന ആമനൂ, ഏ വിശ്വാസികളെ, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലിശ് ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. നിശ്ചയമായും മദ്യവും അതുപോലെ തന്നെ ചൂതാട്ടവും
ബലിപീഠവും അമ്പുകോല് വെക്കലുമൊക്കെ അത് പിശാചിൽ നിന്നുള്ള മ്ലേച്ഛമായ പ്രവൃത്തിയാണ്. ഫജ്തനിബൂഹു, അതുകൊണ്ട് നിങ്ങൾ അത് വെടിയണം. ലഅല്ലക്കും തുഫ്ലിഹൂൻ, എന്നാൽ നിങ്ങൾ വിജയികളായേക്കാമെന്നാണ്. ഈ ലഹരി ഉപയോഗിച്ചാൽ വിജയിക്കല്ല ചെയ്യുക, പരാജയപ്പെടുക ചെയ്യുക ജീവിതത്തിൽ. അത് ഒഴിവാക്കുന്ന ആളുകൾക്ക് മാത്രമേ വിജയം ഉണ്ടാവൂ. ഇന്നമാ യുരീദു ശൈത്വാനു അൻ യൂഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ. ഈ മദ്യത്തിലൂടെ, ഈ ലഹരി സാധനങ്ങളിലൂടെ പിശാച് നിങ്ങൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഫിൽ ഖംരി വൽ മൈസിരി, അതുപോലെ തന്നെ മദ്യത്തിലൂടെയും ചൂതാട്ടത്തിലൂടെയും ഒക്കെ. പിന്നെയോ വയസുദ്ദക്കും മൻ ദിക്രില്ലാഹ്, അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന്, സ്മരണയിൽ നിന്ന് നിങ്ങളെ തടയുന്നതിനും വഅനിസ്സലാ, നമസ്കാരത്തിൽ നിന്നും തടയുന്നതിനും വേണ്ടിയാണ് പിശാച് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യരെ അത് തിരിച്ചു നടക്കാനായില്ലേ, അവസാനിപ്പിക്കാനായില്ലേ എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഈ ആയത്തിൽ നിന്ന് 2-3 കാര്യങ്ങൾ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, വിശ്വാസിയാണോ ഒരു ന്യായവും പറയേണ്ട, അത് നിഷിദ്ധമാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, മുസ്ലിമാണ് നാസറും അഷ്റഫും ബഷീറും പേരെങ്കിൽ ഓ മുസ്ലിമായി കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല. കാരണം യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് പറഞ്ഞിട്ടാണ്, വിശ്വാസികളെ എന്ന് വിളിച്ചിട്ടാണ് എന്ത് ഖുർആനിൽ പറയണത്. രണ്ടാമത്തത് ചൂതാട്ടം, അതേപോലെ തന്നെ ഈ ബലിപീഠം, അമ്പുകോല് എന്നിവയോടൊപ്പമാണ് മദ്യത്തെ എന്ത് ചെയ്തത് എണ്ണി പറഞ്ഞത്. അപ്പം അത്രയും മ്ലേച്ഛമാണത്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്താ, ആദ്യം തുടക്കത്തിൽ പറഞ്ഞത് മദ്യം, പിന്നീട് ബാക്കി കാര്യങ്ങൾ. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം. അതിന് കാരണം എന്താ, തുടക്കത്തിൽ ഇത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, എല്ലാ തിന്മയുടെയും മാതാവ് എന്താണ്, മദ്യം. മദ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള എല്ലാ തെറ്റിലേക്കും പോകാൻ എളുപ്പമാണ്. അന്നിബ്നു അബ്ബാസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അൽ ഖംറു ഉമ്മുൽ ഫവാഹിഷ്, അൽ ഖംറു ഉമ്മുൽ ഫവാഹിഷ്, എല്ലാ മ്ലേച്ഛമായ മോശമായ കാര്യങ്ങളുടെയും ഉമ്മയാണ്, മാതാവാകുന്നു മദ്യം എന്ന് പറയുന്നത്. വഅക്ബറുൽ കബായിർ, തെറ്റുകളിൽ ഏറ്റവും വലിയ തെറ്റാണ്. മൻ ശരിബഹ, ആരെങ്കിലും അത് രുചിച്ചാൽ, കുടിച്ചാൽ, വകഅല ഉമ്മിഹി വഅമ്മതിഹി വഖാലതിഹി, അവൻ അവന്റെ ഉമ്മയാണെന്നോ അവന്റെ പിതൃ സഹോദരിയാണെന്നോ അവന്റെ മാതൃ സഹോദരിയാണോ എന്നൊന്നും നോക്കൂല, അവൻ അവരെയൊക്കെ പ്രാപിക്കും. അതുകൊണ്ടാണ് ഇന്ന് പല വാർത്തകളും വരുന്നില്ലേ അല്ലേ, സ്വന്തം പിതാവും പ്രായപൂർത്തിയാകാത്ത കുട്ടിനെ പീഡിപ്പിച്ചു അല്ലേ, കുട്ടികൾ പ്രസവിക്കുന്നു, ആ കുട്ടിയുടെ പിന്നെ വാപ്പേരാന്ന് ചോദിക്കുമ്പോൾ സ്വന്തം മകളിൽ മക്കളുണ്ടാകുന്ന അച്ഛന്മാർ. എന്താ വിഷയം? ഈ സാധനം അകത്ത് എന്ന് കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യണമെന്നതിന് ഒരു ബോധം ഉണ്ടാവില്ല, ആരാ എന്താ നോക്കൂല, എന്തും അവിടെ സംഭവിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങൾ, ഇത് ചെറിയ വിഷയമല്ല. നാട്ടിൽ കാണുന്ന ഈ കാഴ്ചകളൊക്കെ അതാണ്. തിരുവനന്തപുരത്ത് 23 വയസ്സുകാരൻ സ്വന്തം കുടുംബത്തിലെ 5 പേരെ പല രീതിയിലായിട്ട് കൊന്നപ്പോൾ, അതിനവസാനം തളരുന്നു എന്ന് തോന്നിയപ്പോൾ അതിന് ഊർജം കൊടുത്തത് മദ്യമാണ് അല്ലേ. വീണ്ടും ബാറിൽ പോയിട്ട് കുടിച്ചിട്ടാണ് പിന്നെ വന്നിട്ട് എന്ത് ചെയ്യണം, സ്വയം ബോധത്തോടുകൂടി മനുഷ്യനത് ചെയ്യാൻ കഴിയില്ല. എത്രയെത്ര സംഭവങ്ങളാണോ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതായിരിക്കും നമ്മളെ അവസ്ഥ എന്ന് നന്നായിട്ട് മനസ്സിലാക്കണം. മറ്റൊന്ന് നമ്മളെന്താ പറയുന്നത്, ഇതിൽ പിന്നെ പരലോകത്ത് നമുക്ക് വരാനിരിക്കുന്ന അവസ്ഥയും കൂടി മനസ്സിലാക്കണം. അപ്പോൾ ദുനിയാവത്തെ കാര്യം ഞാൻ പറഞ്ഞത്, ലഹരിക്കടിമയായി, മയക്കുമരുന്നിന് അടിമയായി കഴിഞ്ഞാൽ ദുനിയാവിൽ നമുക്ക് ഒന്നും ഉണ്ടാവില്ല, കുടുംബം ഉണ്ടാവില്ല, നാട്ടുകാരും ഉണ്ടാവില്ല. എല്ലാവരും നമ്മെ എന്ത് ചെയ്യും, അവോയ്ഡ് ചെയ്യും. അവസാനം മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ പോലും തിരിഞ്ഞു നോക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കും, ഒന്ന് ആത്മാർത്ഥമായിട്ട് ഇവർ പുറത്തു കൊടുക്കണേന്ന് പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരു അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോകുക, തിരിച്ചു പോകും. ഒരുപാട് ആൾക്കാരെ വെറുപ്പും വിദ്വേഷവും ഏറ്റുവാങ്ങിയിട്ട് അതും കൊണ്ട് കബർക്ക് കൊണ്ടൊരവസ്ഥ ഉണ്ടാവും. പിന്നെ പരലോകത്തോ നാളെ നരകാഗ്നിയിലോ അവർക്ക് കുടിക്കാൻ, മദ്യപാനിയായ ആൾക്ക് കുടിക്കാൻ കൊടുക്കുന്ന സാധനം എന്താ, തീനത്തുൽ ഹബാലാണ് എന്നാണ്. എന്താ തീനത്തുൽ ഹബാൽ? വമാ തീനത്തുൽ ഹബാൽ, എന്താണ് റസൂലേ തീനത്തുൽ ഹബാൽ എന്ന് പറഞ്ഞാൽ? ഖാല, അവിടുന്ന് പറഞ്ഞു, അറഖു അഹ്ലിന്നാരി ഔ ഉസാറതു അഹ്ലിന്നാർ, നരകക്കാരുടെ വിയർപ്പ്, അതുപോലെ തന്നെ അവരുടെ ചെലവും ചോരയും, ആ ദ്രാവകമാണ്, ഒഴുകി വരുന്ന ആ ദ്രാവകമാണ് നാളെ മദ്യപാനിക്ക് നാളെ നരകത്തിൽ കുടിക്കാൻ കൊടുക്കുന്നത്. അപ്പോഴേ ദുനിയാവ് തീരൂല, ദുനിയാവ് കൊണ്ട് തീരൂല. ഇതിൻ്റെ അടങ്ങേറ് നാളെ പരലോകത്തിന് പോയത്. ഇനി അവിടെ മരിക്കാൻ കഴിയും,
എല്ലാവർക്കും ഉള്ളൊരു പിന്നെ സമാധാനം എന്താ വെച്ചാൽ, വല്ലാതെ പ്രശ്നം കൊണ്ട് വന്നാൽ വേഗം ട്രെയിനിൻ്റെ മുന്നിലേക്കാണ് ചാടാന്ന്, വല്ലാതെ പ്രശ്നം കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഗ്യാസ് പൊട്ടിത്തെറിക്കാണ്, വല്ലാതെ ബുദ്ധിമുട്ട് വന്നാൽ ഒരു കയറ് നീളത്തിൽ തൂങ്ങി മരിക്കാമെന്നാണ്. എന്നാൽ നരകത്തിൽ അവിടെ ജീവിതവുമില്ല, മരണമല്ല, മരിക്കാൻ സമ്മതിക്കൂല, എന്നാൽ ജീവിക്കാൻ സമ്മതിക്കും, അതിനും കഴിയില്ല. ഇതൊരു ദിവസമാണോ, 2 ദിവസമാണോ? യുഗങ്ങളോളം ആ നരകാഗ്നിയിൽ അവർ കടന്നിരിക്കുക തന്നെ ചെയ്യും. അന്നേ ദിവസം അവർ കടന്ന് എരിയുക തന്നെ ചെയ്യുമെന്നാണ്. സ്വലാ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഈ കൈ തൊലി കത്തുന്നതിനാണ് പറയാം, പച്ച തൊലി കത്തുന്നതിനാ പറയാം, ആ പച്ച മാംസം കത്തുന്നതിനാ പറയാം. ഇപ്പൊ ഈ ലോകത്താണെങ്കിൽ തീ കത്തിക്കഴിഞ്ഞാൽ കത്തുമ്പോഴേ നമുക്ക് വേദന ഉണ്ടാവുള്ളൂ, അത് പിന്നെ കരിക്കട്ടയായി കഴിഞ്ഞാൽ വേദന ഉണ്ടാവില്ല, മരിച്ച വേദന ഉണ്ടാവില്ല. പക്ഷെ നരകത്തിൽ അങ്ങനെയല്ല. നരകത്തിൽ ഈ തൊലി ഇങ്ങനെ കത്തി തീരുന്നതോടുകൂടി അടുത്ത തൊലി എടുത്തിരിക്കും. അത് മരിക്കാൻ സമ്മതിക്കൂല, ആത്മഹത്യ ചെയ്യാൻ പറ്റൂല, അതന്നെ അത് അനുഭവിക്കേണ്ടി വരും. അവിടെ നമ്മൾ നിലവിളിച്ചിട്ട് യാതൊരു കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, റമദാൻ മാസം നമുക്ക് കിട്ടിയ ഒരു വരദാനമാണ്, വല്ലാത്തൊരു ആനുകൂല്യമാണ്. ഒരു റമദാനിന് കൂടി നമ്മൾ സാക്ഷിയായി എന്നതൊരു ചെറിയ വിഷയമല്ല. എത്രയോ ആളുകളെ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന മാസമാകുന്നു വിശുദ്ധ റമദാൻ എന്ന് പറയുന്നത്. ഈ റമദാനിന് നമുക്ക് സാക്ഷിയാകാൻ കഴിഞ്ഞു എന്നത് വല്ലാത്തൊരു റഹ്മത്താണ്, വല്ലാത്തൊരു അനുഗ്രഹമാണ്. അതുകൊണ്ട് നമ്മളൊന്ന് മനസ്സ് കൊടുക്കുക. ഈ ലഹരിൻ്റെ എന്തെങ്കിലും ഒരു അംശം നമ്മുടെ ജീവിതത്തിൽ ഇപ്പം ഉണ്ടെങ്കിൽ അത് കുറച്ചൊക്കെ എന്ന നിലക്ക് കൊണ്ടടക്കരുത്. ഇതോടുകൂടി നമ്മൾ അവസാനിപ്പിക്കുക. ഒരു നിലക്കും ഞാൻ എനിക്ക് തിരിച്ചു പോകില്ല എന്നുള്ള തീരുമാനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, എടുക്കാൻ പറ്റണം. അതാണ് അതിലൊരു കാര്യം എനിക്ക് പറയാനുള്ളത്. മറ്റൊന്നെന്ന് വെച്ചാൽ, ഈ ലഹരി വളരുന്ന സാഹചര്യം കൂടി നമ്മൾ ഇല്ലാതെയാക്കിയാൽ മാത്രമേ ലഹരിനെ ഇല്ലാതാക്കാൻ പറ്റൂ, അല്ലാതാക്കാൻ പറ്റില്ല. ഇതിൻ്റെ സാഹചര്യത്തെ കൂടി നമ്മൾ അഡ്രസ്സ് ചെയ്യണം. നമ്മൾ കൊതുകിനെ കൊല്ലാൻ കുറേ ബാറ്റ് വാങ്ങിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. ബാറ്റ് വാങ്ങിയിട്ട് അതിങ്ങനെ തലങ്ങും വിലങ്ങും മിന്നി കുറേ കൊതുകിനെ കൊന്നിട്ടൊന്നും കാര്യമില്ല. ആ കൊതുക് ഉണ്ടാകാൻ ഒരു ചളി കെട്ടി നിൽക്കുന്ന സ്ഥലം ഉണ്ടാവും അപ്പുറത്ത്, അല്ലേ, ഒരു ഓട ഉണ്ടാവും അപ്പുറത്ത്. അത് തുറന്നു വിടാതെ, ആ വെള്ളം അവിടെ നിന്ന് നശിപ്പിക്കാതെ കൊതുകിനെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റില്ല. ഇതേപോലെ ഈ ലഹരി സാധനത്തിനെ പിടിച്ചു കെട്ടണമെങ്കിൽ അത് അവിടുന്ന് ഇവിടുന്ന് 4 പൊതി പിടിച്ച് അത് പോലീസിൽ കേസാക്കിയതുകൊണ്ട് മാത്രം എന്ത് ചെയ്യില്ല, ആ വിഷയത്തിന് പരിഹാരം ഉണ്ടാവില്ല. ഇതെവിടുന്ന് ജനറേറ്റ് ചെയ്യുന്നു, ഇതെങ്ങനെ സമൂഹത്തിൽ വരുന്നു, അതിൻ്റെ സാഹചര്യങ്ങൾ എന്താണ്, എങ്ങനെയാണ് നമ്മുടെ പുതിയ തലമുറ ഇതിലേക്ക് ചെന്നുവിടുന്നത്, അതിൻ്റെ അവസ്ഥകളെ പറ്റി മനസ്സിലാക്കി അതിനെതിരിൽ കൂടി നിലപാടെടുക്കാൻ കഴിയുമ്പോഴാണ് ലഹരിയുടെ വേര് കൊത്തിയെറുക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ഒന്നെന്താണെന്നറിയുമോ, ഇത് നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഒന്ന്, ഇവിടെ നാട്ടിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ചില ലിബറൽ ആശയങ്ങളുണ്ട്. ആ ആശയങ്ങളാണ് നമ്മൾ ആദ്യം അഡ്രസ്സ് ചെയ്യേണ്ടത്. ഹാം പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടൊരു പ്രിൻസിപ്പിൾ തന്നെയുണ്ട്. എന്താ പ്രിൻസിപ്പിളിൻ്റെ പ്രത്യേകത? ഇതിൻ്റെ ഇഷ്ടമല്ലേ ഞാൻ ചെയ്യുന്നത്, മറ്റുള്ളവർക്കൊരു ഉപദ്രവമില്ലല്ലോ. ഇതുകൂടെ പുതിയ ജനറേഷനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രിൻസിപ്പിളാണ് ഹാം പ്രിൻസിപ്പിൾ. എൻ്റെ ഇഷ്ടമല്ല, എനിക്കെന്താ കുഴപ്പം, വേറെ ആൾക്ക് ഞാൻ ബുദ്ധിമുട്ടിക്കണം, ഞാനെൻ്റെ കുടിക്കണം, നിങ്ങൾക്കെന്താ കുഴപ്പം. ഇത് ഒരു സ്വതന്ത്ര ചിന്ത എന്നെന്ത് ചെയ്യുന്നുണ്ട്, പുതുതലമുറയിൽ കൊളുത്തി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ യൂട്ടിലിറ്റേറിയസം എന്ന് പറയുന്ന സംഭവമുണ്ട്, സന്തോഷ സിദ്ധാന്തം. എനിക്ക് സന്തോഷം കിട്ടണം, എനിക്ക് ചെയ്യുന്ന എന്തെങ്കിലും കുഴപ്പം എന്ന് ചോദിച്ചു പോകുന്നൊരവസ്ഥ. മൈ ബോഡി മൈ റൈറ്റ്, എൻ്റെ ശരീരം എൻ്റെ അവകാശമാണ്. ഇതൊരു വേര് പടർത്തിയിരിക്കണം നമ്മളെ പുതിയ സമൂഹത്തിൻ്റെ, പുതിയ ജനറേഷൻ്റെ ഉള്ളിൽ. നമ്മളിപ്പോൾ പോലീസുകാരൊക്കെ ഇപ്പോൾ ക്ലാസ് എടുക്കുന്നുണ്ട്, എല്ലാ പള്ളിക്കടക്കം പോലീസുകാർ വന്ന് ക്ലാസ് എടുക്കുന്നുണ്ട്. പക്ഷെ ആ ക്ലാസ്സിൽ കാര്യമായിട്ട് എന്താ പറയുന്നത് അറിയോ, ഇതിൻ്റെ കുറ്റകൃത്യവും. അതേപോലെ തന്നെ ഡോക്ടർമാർ ക്ലാസ് എടുക്കുന്നുണ്ട്. ഡോക്ടർമാർ വന്നിട്ട് എന്താ പറയുക, ഇത് കരളിന് ഇന്ന പ്രശ്നം ഉണ്ടാവും, ആർട്ടിന് ഇന്ന പ്രശ്നം ഉണ്ടാവും, ഇത് പാൻക്രിയാസിന് ഇന്ന പ്രശ്നം ഉണ്ടാവും, ബുദ്ധിക്ക് ഇന്ന പ്രശ്നം ഉണ്ടാകും. പിന്നെ ഇതിൻ്റെ ചിത്രമൊക്കെ കാണിച്ചു കൊടുക്കും. ഈ ഹാൻസും ബാൻബരാഗും മയക്കുമരുന്ന് സാധനങ്ങളും വായിൽ വെച്ച് കഴിഞ്ഞാൽ ക്യാൻസർ ഉണ്ടാവും. അവിടെ അതിൻ്റെ ഭീകരമായ ദൃശ്യങ്ങളൊക്കെ കാണിക്കും. നമുക്കിങ്ങനെ കുറേ പ്രയാസം തോന്നും. പക്ഷെ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരെ മനസ്സെന്താ അറിയോ, മൈ ബോഡി മൈ റൈറ്റ് ആണ്, എൻ്റെ ശരീരം എൻ്റെ അവകാശമാണ്. എൻ്റെ പാൻക്രിയാസ് അടിച്ചു പോയിക്കോട്ടെ നിങ്ങൾക്കെന്താ, എൻ്റെ ഹൃദയം ഇല്ലാതെ ആയിക്കോട്ടെ നിങ്ങൾക്കെന്താ, എൻ്റെ ചൂണ്ട അങ്ങനെ ആയിക്കോട്ടെ നിങ്ങൾക്കെന്താ. കാരണം എൻ്റെ ശരീരം എൻ്റെ അവകാശമല്ലേ, അതെങ്ങനെ വേണ്ടും ഞാൻ തീരുമാനിക്കും. എനിക്കിവിടെ കുറേ കാലം ജീവിക്കണമെന്നൊന്നുമില്ല. ജീവിക്കണ കാലത്ത് ഞാനിത് ഉപയോഗിച്ച് മാക്സിമം ഉപയോഗിച്ചിട്ട് ഞാൻ മരിച്ചു പോകും. ഞാൻ മരിക്കണില്ലെങ്കിൽ എന്ത് ചെയ്യും, ഞാൻ പിന്നെ ഒരു
കുറച്ച് ഗുളിക കൂടുതൽ കുടിച്ചിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യും. നമുക്ക് എന്താ എങ്ങനെ പിന്നെ ഈ കൗമിനോട് നമ്മൾ നേരാക്കും? അപ്പോൾ എവിടെ ഇതിൻ്റെ പേര്? ഇതിൻ്റെ പേര് ഈ ജാതി ആശയങ്ങൾ ആരാണോ അവിടെ പ്രചരിപ്പിക്കുന്നത് അവരാണ് ഇതിൻ്റെ കുറ്റക്കാർ. നമ്മളത് പറഞ്ഞു പോകാതിരിക്കാൻ പറ്റില്ല. അതുകൂടി കണ്ടാൽ മാത്രമേ നമുക്കിതിൻ്റെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ വിപണിയും കച്ചവടവും അത് നടക്കുന്ന സ്ഥലങ്ങൾ എവിടെ? അതില്ലാതെ ആക്കാൻ നടക്കുന്നുണ്ടോ? അതിനൊക്കെ ശ്രദ്ധപ്പോഴും വന്നിട്ടില്ല. ഈ നൈറ്റ് ലൈഫ് സംസ്കാരം ഇപ്പൊ കേരളത്തിൽ കൊണ്ടുവരാണല്ലോ. തിരുവനന്തപുരമാണ് നമ്മുടെ തലസ്ഥാനം. ആ തലസ്ഥാന നഗരിയിലാണ് മാനവീയം വീതി എന്ന് പറഞ്ഞൊരു വീതി. എന്തിനാ മാനവീയം വീതി? പേര് മാനവീയമാണ്, പക്ഷെ മാനുഷികത തൊട്ടു തീണ്ടാത്ത പണികളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതാനും കിലോമീറ്റർ സ്ഥലം വൈകുന്നേരം 5 മണി മുതൽ നേരം വെളുക്കുമ്പോൾ 5 മണി വരെ അവിടെ തുറന്നു കൊടുക്കുക രാത്രി. എന്നിട്ട് ചെറുപ്പക്കാർ, ഒരേ പ്രായത്തിലുള്ള കുട്ടികൾ വന്നിട്ട് അവർക്ക് എന്തും യഥേഷ്ടം വിളയാടാൻ പറ്റുന്ന ഒരു സ്ഥലം ഗവൺമെന്റിന് ഉണ്ടായി കൊടുക്കുക. ന്യായം എന്താ? ഇതൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ട്. അത് കേരളത്തിലെ മെട്രോപൊളിറ്റൻ സിറ്റികളിലെല്ലാം വേണമെന്നാണ് നേരത്തെ പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോ ഓരോ നഗരസഭാ കേന്ദ്രങ്ങളിലും അതുണ്ടാകണമെന്ന് പറയുക മാത്രമല്ല, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ പത്രത്തിൽ വായിച്ചിരുന്നു. ഇവിടുത്തെ ഒരു വെളിപ്പാട് അകലുള്ള സ്ഥലമാണ് കൊണ്ടോട്ടി എന്ന് പറയുന്ന പ്രദേശം. കൊണ്ടോട്ടി നഗരസഭ 3 കോടിയോളം രൂപ അതിന് ബജറ്റിൽ അവർ നീക്കി വെച്ച് നൈറ്റ് ലൈഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. മലപ്പുറം നഗരസഭ ഉണ്ടാക്കി വെച്ചു. നമ്മൾ ജയിപ്പിച്ചു വിടുന്ന ജനപ്രതിനിധികൾ ചെയ്യുന്ന പണിയാണിത്. ഞാനൊരു ജനപ്രതിനിധിയോട് ചോദിച്ചു, ഈ വിവരം വന്നപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ വലിയ പോസ്റ്റ് ഒട്ടിച്ചിട്ട് ഈ നൈറ്റ് ലൈഫിൻ്റെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് അത് വലിയ ഭരണ നേട്ടമായി എടുത്തു പറഞ്ഞ് അതിൻ്റെ വലിയ പ്രോഗ്രാമൊക്കെ സംഘടിപ്പിച്ചിട്ട് നിങ്ങൾ വീട്ടിലേക്ക് ഇങ്ങനെ കയറി വരിക. വീട്ടിലേക്ക് കയറി വരുമ്പോൾ നിങ്ങളെ +2 പഠിക്കുന്ന കുട്ടി അല്ലെങ്കിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന മകൻ ഒരു ബർമുഡ ട്രൗസറൊക്കെ ഇട്ടുങ്ങാണ്ട് മുടിയൊക്കെ അങ്ങനെ ഇങ്ങനെ വളർത്തി വീട്ടിൽ നിന്നാണ് അങ്ങോട്ട് ഇറങ്ങി പോവാം. ഇപ്പോൾ അവിടെ കയ്ക്ക് പോകണമെന്ന് ചോദിച്ചപ്പോൾ ഇപ്പം നിങ്ങൾ ഉദ്ഘാടനം ചെയ്ത വന്ന നൈറ്റ് ലൈഫില്ല, അവിടെ പോവാണ്. നിങ്ങൾ തടിയാന്ന് ചോദിച്ചു. അത് പോയാൽ ബുദ്ധിമുട്ടാണ്. നാട്ടുകാരെ കുട്ടിയൊക്കെയാവാം, അവനാൻ്റെ കുട്ടിയൊക്കെയാവാൻ പാടില്ലെന്നാണ്. എങ്ങനെ പിന്നെ നമ്മൾ തടയാം? നമ്മളിത് ഭരണ നേട്ടമായിട്ടും നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരമായിട്ടും ഒരു ഭാഗത്ത് അവതരിപ്പിക്കുക. ഈ 10 മണിയായാൽ കുട്ടികൾ വീട്ടിൽ വന്ന് കിടന്നുറങ്ങണ്ടേ? ഇത് 10 മണിയായി കഴിഞ്ഞാൽ വാപ്പാരും എല്ലാ ആൾക്കാരും അത്യാവശ്യം കാര്യബോധമുള്ള മനുഷ്യന്മാരൊക്കെ വീട്ടിലൊതുങ്ങുക. ഈ ചെറുപ്പക്കാർ മുഴുവൻ എന്ത് ചെയ്യുക? പുറത്ത് കണ്ടിറങ്ങുക. അതിന് ലൈസൻസ് എന്ത് ചെയ്യുക? ഭരണകൂടം കൊടുക്കുക, നാട്ടുകാരും കൊടുക്കുക, നമ്മൾ ജയിപ്പിച്ച് വിട്ട ആൾക്കാരും കൊടുക്കുക. എന്നിട്ട് ഇവർ പോയി കഴിഞ്ഞാൽ സമപ്രായക്കാരായ ആൾക്കാർ ഈ രാത്രി നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ അവിടെ കഴിച്ചു കൂട്ടും. എന്താ അവർ ചെയ്തുകൊണ്ടിരിക്കണം? അതിനെ ചുറ്റിപ്പറ്റിയാണ് ഈ ലഹരി റാക്കറ്റുകൾ വളരുന്നത്. നമ്മളിതിന്റെ വേരുകളിലേക്ക് പോയി അതിനെ ചികിത്സിക്കുവാനുള്ള ധൈര്യം കാണിച്ചിട്ടില്ലെങ്കിൽ ഓരോ വീട്ടിലും വലിയ പ്രശ്നങ്ങൾ വരാൻ പോവാണ്. ചില്ലറ വിഷയമല്ലത്. നമ്മുടെ മകൻ നമുക്ക് നേരെ കത്തിയുമായി വരുന്ന ദിവസം വിദൂരമല്ല എന്ന് മനസ്സിലാക്കണം. കാരണം ഈ ലഹരിക്ക് ഇന്നോന്റെ മകനാണ് മറ്റോന്റെ മകനാണെന്നൊന്നുമില്ല. ആരെ മക്കനും ഇതാ. ഈ അടുത്ത ദിവസം എന്തായിരുന്നു, 1000-ഓളം കുട്ടികളെ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയിട്ട് നന്നാക്കിയ ഒരു രാഷ്ട്രീയക്കാരൻ. അദ്ദേഹം പറയാണ്, എന്നിട്ട് പക്ഷെ അയാളെ മകനായത് അറിഞ്ഞിട്ടില്ല, അദ്ദേഹത്തിന്റെ മകനായത് അറിഞ്ഞിട്ടില്ല. പക്ഷെ അദ്ദേഹം ചെയ്തൊരു ഗുണം എന്താന്ന് ചോദിച്ചാൽ, ആ മകനെ പോലീസ് പിടിച്ചപ്പോൾ അദ്ദേഹം പരസ്യമായി ചാനലിൽ വന്നിട്ട് പറഞ്ഞു, എന്ത് അതെൻ്റെ മകനാണെന്നുള്ളത് ഞാൻ എന്ത് ചെയ്യൂല, അതിന് കൂട്ടു നിൽക്കൂല, അവൻ ശിക്ഷിക്കപ്പെടേണ്ടവനാണ്. അവസാനം ആ മകനെയും കൊണ്ടുവന്നുകൊണ്ട് അദ്ദേഹം സമൂഹത്തോട് പറഞ്ഞു, ഇവ മാറാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവൻ്റെ സുഹൃത്തുക്കൾ 1000-ഓളം കുട്ടികളുടെ ലിസ്റ്റ് എൻ്റെ കൈ കിട്ടിയിട്ടുണ്ട്, ഞാനത് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കും. ഇതുപോലെ നിങ്ങളുടെ മക്കൾ ഇതിൽ പെട്ടാൽ നിങ്ങൾ മൂടി വെക്കരുത് എന്ന് സമൂഹത്തോട് അദ്ദേഹം വിളിച്ചു പറഞ്ഞു. അതൊരു നല്ല കാര്യമാണ്. പലപ്പോഴും ആളുകൾ എന്താ ചെയ്യുക, എൻ്റെ കുട്ടി അങ്ങനെ ചെയ്യൂല എന്നാണ് പറയാൻ. അങ്ങനെയല്ല. ഞാൻ പറയുന്നത് വെച്ചാൽ, ഈ രാത്രി ഈ ഒരേ സമപ്രായക്കാരായ ആളുകൾക്ക് പുറത്തിറങ്ങാനുള്ള അവസരം ഇതാണ് യൂറോപ്പിൽ വന്ന പ്രശ്നം. നമ്മുടെ നാട് യൂറോപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്, ദിനം പ്രതി യൂറോപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ചോദ്യം ചെയ്യാൻ നമ്മൾ തയ്യാറാകണമെന്നാണ് ഞാൻ പറയുന്നത്. അതിന് ജനപ്രതിനിധികളെ വരച്ച വരയിൽ നിർത്താൻ നമുക്ക് കഴിയണം. അവരിന്ന് ഒരിക്കലും തന്നെ നിയമസഭക്കകത്തു നിന്നുകൊണ്ട് ഈ നൈറ്റ് ലൈഫിന് വേണ്ടി വാദിക്കാൻ പാടില്ല. കേരളത്തിൽ അത് വേണ്ട. നമ്മുടെ കേരളം ആ സംസ്കാരത്തിലേക്കല്ല പോകേണ്ടത്. യൂറോപ്യന്മാർ കടിച്ചു ചവച്ച് തുപ്പിയ കരിമ്പിന്റെ ചണ്ടി വീണ്ടും വായിലേക്കിട്ട് ഛർദ്ദിക്കുന്നവരല്ല കേരളം എന്ന് പറഞ്ഞു കൊടുക്കാൻ നട്ടല് നമ്മൾ കാണിക്കേണ്ടതുണ്ട്. അല്ലാതെ ഈ ലഹരിനെ പിടിച്ചു കെട്ടാൻ നമുക്ക് കഴിഞ്ഞോണമെന്നില്ല. എല്ലാ സാഹചര്യവും വിരിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിനെതിരെ ഇങ്ങനെ വലിയ ക്യാമ്പയിനും നടത്തുക.
അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല എന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ നൈറ്റ് ലൈഫ്, പബ്ബ്, ആഘോഷത്തോര, അതേപോലെ തന്നെ ഇപ്പോൾ സ്കൂളുകളിൽ നടക്കുന്ന സെൻഡ് ഓഫ് പാർട്ടികൾ, പിന്നെ ഈ ടൂറുകളിൽ നടക്കുന്ന ഇതുപോലെയുള്ള സംഭവങ്ങൾ, DJ പാർട്ടി ഇല്ലാത്തൊരു പരിപാടി ഇപ്പോൾ എവിടെയുള്ളത്? DJ പാർട്ടി ഏത് മാനദണ്ഡം വെച്ചാണ് അതൊരു കലാരൂപമാണെന്ന് പറയാം? എങ്ങനെയാണത് വിദ്യാലയങ്ങളിലേക്ക് കടന്നു വന്നത്? ഇപ്പൊ സ്കൂളുകളിൽ വിരമിക്കൽ ചടങ്ങുകൾ ഉണ്ടാക്കുന്നുണ്ട്, അധ്യാപകരുടെ വിരമിക്കൽ ചടങ്ങുകൾ. ഒരു അധ്യാപകൻ ഒരു 10-32 കൊല്ലം നല്ല സേവനം ചെയ്ത് സ്കൂളിൽ നിന്ന് വിരമിക്കുമ്പോൾ ഒരു നല്ല നിലക്ക് പോകുക വേണ്ടത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം അറിഞ്ഞില്ലേ നമുക്കറിയില്ല, അദ്ദേഹത്തിൻ്റെ പേരും വെച്ച് അന്ന് രാത്രി ഒരു ആറാട്ട്. അന്ന് പരിപാടി എന്താ? ഏതെങ്കിലും ട്രൂപ്പിനെ കൊണ്ടുവരിക, ഏതെങ്കിലും ടീമിനെ കൊണ്ടുവരിക, എന്നിട്ട് ഈ DJ പാർട്ടി. ഈ DJ പാർട്ടി എന്ന പരിപാടി എന്താ? എല്ലാ വേണ്ടാത്തരത്തിൻ്റെയും സംഗമഭൂമിയാണത്. ഞാൻ ഒരിക്കലും ഇത് പറഞ്ഞു തരണമെന്നുണ്ടോ? താമരശ്ശേരിയിൽ ഷഹബാസ് എന്ന് പറയുന്ന കുട്ടി കൊല്ലപ്പെടാനുണ്ടായ കാരണം എന്താ? തൊട്ടപ്പുറത്തുള്ള ട്യൂഷൻ സെന്ററുകാർ അവരുടെ നേതൃത്വത്തിൽ നടത്തി എന്ന് പറയുന്നു, അവരത് നിഷേധിക്കുകയും ചെയ്യുന്നു. എന്താകട്ടെ, എന്തായാലും ആ പേരിലാണല്ലോ കുട്ടികൾ ഒരുമിച്ച് കൂടിയത്. അവിടെ നടന്ന DJ പാർട്ടിയും അവിടെ കരണ്ട് പോകലും അവിടുന്ന് തുടങ്ങിയ പ്രശ്നങ്ങളുമാണ് എന്ത് ചെയ്തത്, ഈ പ്രശ്നത്തിൽ എത്തിയത് അല്ലേ? ഒരു കുട്ടിയുടെ ജീവനും. ഞാൻ ആ വീട്ടിൽ പോയി, ഞാൻ രക്ഷിതാവിനോട് സംസാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. എന്തൊരു വിഷമമുണ്ട് ഈ കാര്യങ്ങൾ. അത് എന്ത് സംഭവം ഉണ്ടെങ്കിലും DJ പാർട്ടി വേണം. അതിപ്പോൾ ഈ ട്യൂഷൻ സെൻ്ററിലാണെങ്കിലോ അതില്ലെങ്കിൽ കുട്ടികളെ കിട്ടൂല. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ DJ പാർട്ടി ഏത് ട്യൂഷൻ സെൻ്ററാണ് സംഘടിപ്പിക്കുന്നത് അവർക്ക് ആ കുട്ടിയാണ്. ഇതൊന്നും വേണ്ട, കുറച്ച് പഠനവും കാര്യങ്ങളും മാത്രം മതി എന്ന് ഒരു ട്യൂഷൻ സെൻ്ററെ തീരുമാനിച്ചോണ്ട് കുട്ടികളില്ല. പിന്നെ എന്താ ചെയ്യുക? ഇപ്പോൾ കുട്ടികൾ സെൻഡ് ഓഫ് സ്കൂളുകൾ നിയന്ത്രിച്ചാൽ കാണാം പിന്നെ ഓഡിറ്റോറിയത്തിൽ വേറെ പരിപാടി, വേറെ ഓഡിറ്റോറിയം വാടക എടുക്കുന്നുണ്ട്. ഈ ഓഡിറ്റോറിയം വാടക എടുക്കാൻ ഈ കുട്ടിൻ്റെ അടുത്ത് എവിടുന്ന കാശ് കിട്ടുന്നത്? ഈ കുട്ടിൻ്റെ എവിടുന്ന കാശ് കിട്ടുന്ന ഓന് വരുമാനം ഉണ്ടോ? ആ കാശ് കൊടുക്കുന്നത് രക്ഷിതാക്കളല്ലേ, വീട്ടിൽ നിന്നല്ലേ? ഇനി ചെറിയ പൈസ ഒന്നും പോരാ ആ ഓഡിറ്റോറിയത്തിന്, പിന്നെ അവിടെ നടക്കുന്ന പരിപാടിക്ക്. ഇതപ്പോൾ പിന്നെ കളമശ്ശേരി നമ്മൾ കണ്ട് ഹോസ്റ്റലിൻ്റെ ഉള്ളിൽ നിന്നാണ് 2 കിലോ കഞ്ചാവ് പിടിച്ചത് കുട്ടികളടി. കഞ്ചാവ് മാത്രമല്ല, തൂക്കി കൊടുക്കാനുള്ള തുലാസടക്കം ചെറിയ പിന്നെ പാക്കറ്റിലാക്കിയിട്ട് കോളേജിലെ കുട്ടികൾക്ക് മുഴുവൻ തൂക്കി കൊടുക്കാനുള്ള വിപണനത്തിൻ്റെ കേന്ദ്രമായി മാറിയിരിക്കുന്നു. എന്തിന്? പിറ്റേ ദിവസം ഹോളി ആഘോഷം. ആ ഹോളി ആഘോഷത്തിൻ്റെ കെയർ ഓഫ് വെച്ചിട്ട്. അപ്പോൾ ആഘോഷങ്ങൾ ഓരോന്നിൻ്റെ പേര് പറഞ്ഞുണ്ടാക്കിയിട്ട് ഇതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുക. അതിന് ഭരണകൂടം അതിൽ പങ്കാളിത്തമുണ്ട്, നാട്ടുകാരും പങ്കാളിത്തം. എന്താ നമ്മളൊന്നും PTA കമ്മിറ്റിയിലില്ല. ഈ PTA കമ്മിറ്റിയിൽ പോയിട്ട് ഒപ്പിടാൻ പോരുക. അതിന് മാത്രമേ നമ്മൾ ഹൈസ്കൂളിൻ്റെ PTA വിളിച്ചിട്ട് മര്യാദയൊക്കെ പറയണം. അവിടെ നമ്മളെ സ്കൂളിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് രക്ഷിതാക്കൾ സംഘടിതമായി പറയാൻ കഴിയണം. പിന്നെ ഏത് അധ്യാപകന് അവിടെ ധൈര്യം ഉണ്ടാകും? ഏത് കുട്ടിക്ക് അവിടെ ധൈര്യം ഉണ്ടാകും? ഇതൊന്നും ആരും നാവും പൊതിച്ച് പറയില്ല. എല്ലാ അന്തരീക്ഷം ഒരുക്കി കൊടുക്കും കുട്ടികൾക്ക്. എന്നിട്ട് ഈ മക്കളെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥയും കാര്യമാണെങ്കിൽ നമ്മളൊക്കെ ഇങ്ങനെ ആയിപ്പോയിട്ടുണ്ടാവും. കുട്ടികളല്ല നമ്മൾ കുറ്റം പറയേണ്ടത്. ഈ കുട്ടികൾ എന്ത് കുറ്റം ചെയ്തു? ഈ കുട്ടികൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലേക്ക് പോകുന്ന പരിസരം ഒരുക്കി കൊടുക്കുന്നവരാണ് ഇതിൻ്റെ കുറ്റവാളികൾ. ലഹരിക്കെതിരെയുള്ള പോരാട്ടം കേരളം നടത്തുന്നത് ആത്മാർത്ഥമായിട്ടാണ് എങ്കിൽ അതിന് ചികിത്സ തുടങ്ങേണ്ടതിൻ്റെ സാഹചര്യത്തിൻ്റെ വേരറുത്തുകൊണ്ടായിരിക്കണം. അതിൻ്റെ ചില സൂചനകൾ മാത്രമാണ് ഞാൻ ഈ പറഞ്ഞത്. ഇതിൻ്റെ സാമ്പത്തിക ലാഭം ചില്ലറയല്ല. ഒരു മാസം കൊണ്ട് കിട്ടുന്ന പണം ഒരൊറ്റ ട്രാൻസ്ഫറിൽ കിട്ടും കുട്ടികൾ. അതതിൻ്റെ വിഷയം. 30,000-35,000 രൂപയാണ് എന്ത് ചെയ്യുക, ഒരൊറ്റ ഗൂഗിൾ പേയിൽ കിട്ടുന്നത്. കാരണം ഇതെന്തല്ല, ആദ്യം ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവനതിൻ്റെ ആളായി. പിന്നെ അത് ആദ്യം 2,000 വാങ്ങുക, പിന്നെ നേരെ എന്ത് ചെയ്യും, 6,000-ൻ്റെ സാധനമാവും, പിന്നെ 12,000-ൻ്റെ ആവും, പിന്നെ 25,000-ൻ്റെ ആവും. ഇവനോടുന്ന കാശ്. ഇതിൻ്റെ പ്രശ്നം അതാണ്. ഇവന് കാശ് കിട്ടുന്നില്ലല്ലോ, ഇവന് വരുമാനമില്ലല്ലോ. അപ്പോൾ 2 വഴിയേ ഉള്ളൂ. ഒന്നുകിൽ വീട്ടിൽ പോയി കണ്ട് കച്ചറുണ്ടാക്കുക. വീട്ടിൽ പോയി കച്ചറുണ്ടാക്കിയിട്ട് ഉമ്മാൻ്റെ അടുത്ത് വാപ്പാൻ്റെ അടുത്ത് പോയി കച്ചറുണ്ടാക്കിയിട്ട് വല്യമ്മാൻ്റെ മാല ചോദിക്കുക. ആ വല്യമ്മാൻ്റെ മാല തരില്ലെങ്കിൽ വല്യമ്മാനെ കൊത്തിക്കൊല്ല. അതാ ഒരു വഴി. അല്ലെങ്കിലുള്ള വഴി എന്താണ്? ഇതാരാണോ അവൻ ആദ്യം കൊടുത്തത് അവരെന്നെ അവനെന്ത് ചെയ്യും, ഈ സാധനം മറ്റോടത്തുനിന്ന് കൊണ്ടേ കൊടുത്താൽ മതി, നണയ്ക്കാൻ കുറച്ച് തരാറി. അങ്ങനെയാണ് ഇവൻ്റെ കരിയർമാരായി മാറുന്നത്. ഇതിൻ്റെ കരിയർമാരായി മാറുന്നത് എന്തുകൊണ്ട്? ഇവനിത് ഉപയോഗിക്കാൻ സാധനം കിട്ടണമെങ്കിൽ എന്ത് വേണം? ഇപ്പം പറഞ്ഞത് കൊണ്ടേ കൊടുക്കണം. അപ്പൊ എന്താ വിപണനക്കാരായി മാറുകയാണ്, നിന്റെ കച്ചവടക്കാരനായി മാറുകയാണ്. ഈ കച്ചവടക്കാരനായി മാറുന്നത് എന്തുകൊണ്ടാണ്? ഈ സാധനം സമയമായ കിട്ടിയില്ലെങ്കിൽ ഇവന്റെ രക്തം തിളക്കും. എനിക്ക് ഓർമ്മയുണ്ട്, ഡി അഡിഷൻ സെന്ററിലൊരു ചെറുപ്പക്കാരനെ കൊണ്ടുവന്നിട്ട് അവൻ മാറാൻ വേണ്ടി സ്വയം തയ്യാറായിട്ട് വന്നതാണ്. പക്ഷേ ഇവൻ ഈ സാധനങ്ങൾ കിട്ടാതായി കഴിഞ്ഞപ്പോൾ പറയാൻ തുടങ്ങും. എന്നിട്ട് കട്ടിലിൽ കിടത്തിയ കട്ടിലടക്കം ഇങ്ങനെ കുലുങ്ങാൻ തുടങ്ങും, കാല് പിടിച്ച് കെട്ടിയെടുക്കും. ഇതാണ് അവസ്ഥ.
അപ്പോൾ ഈ സാഹചര്യത്തിൽ എത്തുമ്പോൾ ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ രീതിയിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, മാത്രമല്ല ഇതിന് രഹസ്യ സ്വഭാവം ഉണ്ടല്ലോ, ആരും കാണാൻ പാടില്ല, അറിയാനും പാടില്ലല്ലോ. അതുകൊണ്ട് ചോദിക്കുന്ന പൈസയും കിട്ടും. ഇവന് ഈ സാധനം വേഗം ഉപയോഗിക്കണമെങ്കിൽ എന്ത് വേണം, ഡിമാൻഡാണ് കൂട്ടും. 2000 രൂപേൻ്റെ സാധനമാണെങ്കിൽ 20,000 തരുന്ന 20,000 കൊടുക്കന്നെ, സാധനം കിട്ടണ്ടേ. പിന്നെ ഇതിന് പ്രത്യേകിച്ച് എവിടെയും വിലയും സാധനം സ്റ്റിക്കറൊന്നും എഴുതി വെച്ചിട്ടുണ്ടാവില്ലല്ലോ, പെഷക്കാനൊന്നും പറ്റില്ലല്ലോ, കാരണം സ്വകാര്യത്തിലല്ലോ ഏർപ്പാട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രാവശ്യത്തിൽ ഇടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വിടൂല സുഹൃത്തുക്കളെ. മാത്രമല്ല ഇതിൻ്റെ നോർമലൈസേഷൻ ചില്ലറയല്ല. ഇത് നോർമലൈസ് ചെയ്യുന്ന സംഭവങ്ങൾ സിനിമ, ഇപ്പോഴത്തെ സിനിമകളിൽ മുഴുവൻ ഇതിനെ വളരെ നോർമലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വ്ളോഗേഴ്സ്, കുറേ വ്ളോഗേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നു. ഈ വ്ളോഗർമാരുടെ പരിപാടി എന്താ, ഈ പിന്നെ ലഹരി സാധനങ്ങൾ ഉപയോഗിക്കുന്നതും അത് ഉപയോഗിച്ചുകൊണ്ടുള്ള ആട്ടോ പാട്ടോ നൃത്തോ അതിൻ്റെ പിന്നാലെ ഫോളോവേഴ്സായിട്ട് കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത്, ഇൻഫ്ലുവൻസും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഒക്കെ തുടങ്ങിയിട്ട് പിന്നെ നിർത്താമെന്ന് വിചാരിക്കുക, നടക്കൂല കാര്യം. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട ടെർമിനോളജികളൊക്കെ നിസ്സാരമാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് ഞാൻ സൂചിപ്പിച്ചതെന്ന് വെച്ചാൽ, ഇതില്ലാതെ ആകണമെങ്കിൽ എന്ത് വേണം, 2-3 കാര്യം പ്രധാനമാണ്. ഒന്ന്, വിശ്വാസികൾ നിലയ്ക്ക് നമ്മളിതിൻ്റെ മതപരമായ കാര്യം മനസ്സിലാക്കുക, നാളെ മരിച്ചു പോയാൽ ഇതിൻ്റെ ദുരിതം വിടൂല എന്ന് തിരിച്ചറിയാം. രണ്ടാമത്തെ ഒരു കാര്യം, ഇതിൻ്റെ സാഹചര്യം ഇല്ലാതാക്കാൻ എല്ലാവരും ഒന്നിച്ച് പരിശ്രമിക്കുക. അത് ഇവിടുത്തെ ഗവൺമെൻറ്റും പരിശ്രമിക്കണം, നമ്മളും പരിശ്രമിക്കണം. ഗവൺമെൻറ് അറിയുന്നത് ആരാ, അത് ആകാശത്ത് നിന്ന് കെട്ടിയിറക്കിയ ഒരു സാധനം എന്നല്ല, നമ്മൾ ജയിപ്പിച്ച് വിടുന്ന ആൾക്കാരാണ്. നമ്മൾ ജയിപ്പിച്ച് വിടുന്ന MLA കൂടിയിട്ടാണ് നിയമം ഉണ്ടാക്കുന്നതും അത് തിരുത്തുന്നതും ഒക്കെ. നമ്മൾ ജയിപ്പിച്ച് വിടുന്ന MP എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ തന്നെയാണ് ഇതിൻ്റെ പ്രതി, നമ്മൾ തന്നെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ മാറ്റം വരുത്തേണ്ടത്. പിന്നെ ഇതിൻ്റെ എൻഫോഴ്സ്മെൻറ്റിൻ്റെ തലാണ്. അത് നിലവിലുള്ള സർക്കാർ എന്ത് ചെയ്യണം, നിയമം കർക്കശമായി മുഖം നോക്കാതെ നടപ്പാക്കാൻ തയ്യാറാകണം. അപ്പോൾ ബോധവൽക്കരണം ഒരു ഭാഗത്ത് നടക്കണം, അതോടൊപ്പം എന്ത് വേണം, ഇതിൻ്റെ എൻഫോഴ്സ്മെൻറ്റ് വേറൊരു ഭാഗത്ത് നടക്കണം. ഇത് രണ്ടും ഒപ്പം കൊണ്ടുപോയെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ പ്രശ്നത്തെ നമുക്ക് പിടിച്ചു കെട്ടാൻ കഴിയുള്ളൂ. കഴിഞ്ഞ ദിവസം ഞാനൊരു ലഹരി വിരുദ്ധ പ്രോഗ്രാമിൽ പങ്കെടുത്തിരുന്നു. അവിടെ എല്ലാവരും ഘോരഘോരം പ്രസംഗിച്ചൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുന്നപ്പോൾ ഒരാളിൻ്റെ അവിടെ പങ്കെടുത്ത ഒരാളിനോട് പറഞ്ഞതെന്ന് വെച്ചാൽ, ഇങ്ങനെയൊക്കെ 50 ആളെ പ്രഖ്യാപിച്ചു സാക്ഷി പറയാൻ വേണ്ടിയിട്ട്. അതായത് പിന്നെ ഇവിടുന്ന് ആരെങ്കിലും പിടിച്ചാൽ പോലീസിൽ ഞാൻ സാക്ഷി പറയുന്നതെന്ന് കണ്ട് 50 ആൾ അവിടെ വന്ന് കണ്ട് പ്രതിജ്ഞ എടുത്താണ്. അപ്പോൾ ഇയാൾ പറയുന്നതെന്ന് വെച്ചാൽ, എന്ത് പ്രതിജ്ഞ എടുത്തിട്ടുണ്ടാ കാര്യം, നമ്മളിപ്പോൾ ഒരാളെ കുറിച്ച് പറഞ്ഞു കൊടുത്താൽ ആദ്യം പോലീസുകാർ ഫോൺ ചെയ്യുക അയാൾക്കാണ്, ഞാൻ വരുന്നിട്ട് മാറിക്കൊന്ന് പറയും, പിന്നെ എങ്ങനെ പിടിക്കുക. ഈ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടല്ലോ, ഇതൊക്കെ ശക്തമായി കൈകാര്യം ചെയ്യാൻ കൂടി കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇതിന് പരിഹാരം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതിന് ശാശ്വതമായ രക്ഷ എന്തുള്ളൂ വെച്ചാൽ, കുട്ടികൾക്കും കുടുംബത്തിനും ശരിയായ മതബോധം ഉണ്ടാക്കി കൊടുക്കല്ലാതെ വേറൊരു നിർവാഹമല്ല. അതായത് പോലീസുകാർ കാണും, CCTV കാണും, പിന്നെ അധ്യാപകരറിയും, രക്ഷിതാക്കളറിയും, ഇതൊന്നുമല്ല. പടച്ചോൻ കാണുന്നൊരു ഓർമ്മ ഉണ്ടാക്കി കൊടുക്കല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവ ഫഇന്നൽ ജന്നത ഹിയൽ മഅവ. അള്ളാഹുവിൻ്റെ സ്ഥാനത്ത് ഭയപ്പെട്ടുകൊണ്ട് തിന്മയിൽ നിന്ന് ആര് തിരിച്ചു പോരുന്നോ മോനാണ് സ്വർഗത്തുണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ മക്കൾക്ക് എന്ത് വേണം, ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞില്ല, മോനെ വിളിച്ചിട്ട് ഒരു ധാന്യം കഷ്ണം പാറക്കൈൻ്റെ ഉള്ളിലോ ആകാശത്തോ ഭൂമിയിലോ എവിടെ കൊണ്ടുവച്ചാലും അള്ളാഹു അത് കൊണ്ടുവരും കേട്ടോ മോനെ. ഈ പടച്ചോനെ പേടി നമ്മളെ കുട്ടിയൊക്കെ പറഞ്ഞു. എനിക്ക് നിങ്ങൾ ഇപ്പോൾ ഈ പുളിക്കൽ പ്രദേശം എന്നൊക്കെ പറയുന്നത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്, അല്ല മുജാഹിദ് ഭൂരിപക്ഷ പ്രദേശമാണ്. നമ്മളൊരു തീരുമാനം എടുക്കണം, എന്താ പറയുക, നമ്മളെ മക്കൾ അതുപോലെ ഈ ക്ലാസ് എടുത്ത് നോക്കി നിങ്ങൾ പരിശോധിക്കും. ഈ ക്ലാസ്സിൽ നമ്മളെ മക്കൾ എത്ര പള്ളിയിലുണ്ട്. ഒരു വിജ്ഞാനവേദി നടക്കണമെങ്കിൽ അതിൽ നമ്മളെ മക്കളുടെ പാർട്ടിസിപ്പേഷൻ എത്ര ഉണ്ട്. പലപ്പോഴും മക്കളെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ, അവർ എനിക്ക് പഠിക്കാണ്ട് വായിക്കാണ്ട് അങ്ങനെ പരിചരിക്കും, വേറൊരു ഉമ്മയും വല്യമ്മയൊക്കെ അങ്ങനെ ഇറങ്ങിപ്പോവും. അങ്ങനെയല്ല, ഈ മക്കളെ കൂടി നമ്മൾ ഈ ഭാഗത്ത് കൊണ്ടുവരണം. അപ്പോൾ പല സ്ഥലത്തും അവിടെ പ്രശ്നമാണ് ഇവിടെ പ്രശ്നമാണ് പറഞ്ഞുകൊണ്ട് ഒരു പരിപാടി ഒരു ക്യാമ്പും പരിപാടി ഒന്നുമില്ലാതെ പോകുന്ന അവസ്ഥയുണ്ട്. കുട്ടികൾക്ക് ഇതൊന്നും കിട്ടുന്നില്ല. എനിക്ക് ഓർമ്മയുണ്ട്, പണ്ടൊക്കെ നമ്മളൊക്കെ ഇതിലേക്ക് വന്ന് ക്യാമ്പും പരിപാടി ക്ലാസ്സും രാത്രി ഇതും ഒക്കെ ആയിട്ട് നമ്മൾ എത്തപ്പോഴാണ് കാലഘട്ടങ്ങളുണ്ട്. അതൊക്കെ സമൂഹത്തിൽ നിന്ന് നിലച്ചു പോയിക്കൊണ്ടിരിക്കണം. നമ്മൾ ആ കാരണം എവിടെയും ഒരു വീട്ടിലെങ്കിലും കുട്ടികളൊക്കെ വിളിച്ചുകൂട്ടി ശരിക്കുള്ള ക്ലാസ്സും കാര്യങ്ങളും കൊടുക്കണം. അതിന് നമ്മൾ പോകണം, നമ്മുടെ കുടുംബം പോകണം. കുടുംബസമേതം ദീന് കേൾക്കല്ലാതെ വേറൊരു നിർവാഹമുള്ള സുഹൃത്തുക്കളെ, ദീനിൻ്റെ അന്തരീക്ഷം നമ്മൾ തിരിച്ചു പിടിക്കണം. അതിനെന്ത് വഴി എന്ത് ശ്രമം നടത്തിയാലും വേണ്ടില്ല. പിന്നെ
സ്കൂൾക്ക് പോകുന്ന കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ അവരെ ശരിക്കും ശ്രദ്ധിക്കണം. സ്കൂളിൻ്റെ ടൈം എപ്പോഴാണ് സ്കൂൾ തുടങ്ങുക, എപ്പോഴാണ് വിടുക, അത് കഴിഞ്ഞാൽ കുട്ടി വീട്ടിലെത്തുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ അവർക്ക് കാശ് കൊടുക്കുന്നത് ആവശ്യത്തിന് കൊടുക്കുക, അതിലപ്പുറം കൊടുക്കാൻ പാടില്ല. അവരുടെ ബാഗ്, പേഴ്സ് ഇതൊക്കെ ഇടയ്ക്കൊന്ന് പരിശോധിച്ച് നോക്കുക. അവരുടെ കൂട്ടുകാരാരാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുക. അവർക്ക് അതുപോലെ തന്നെ അവരുടെ അധ്യാപകരുമായിട്ടും ട്യൂഷൻ സെൻ്ററുമായിട്ടും നല്ല ബന്ധം ഉണ്ടാകുക. അപരിചിതരുമായിട്ട് വല്ല ബന്ധവും കുട്ടി കാത്തു സൂക്ഷിക്കുന്നുണ്ടോ എന്ന് ശരിക്കും ശ്രദ്ധിക്കുക. അതിലുപരി ഡെയിലി നമ്മൾ മക്കളുമായി സംസാരിക്കണം. ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ രക്ഷിതാക്കൾ മക്കളുമായിട്ട് യാതൊരു ബന്ധമില്ല, ഒരു ബന്ധമില്ല. അതുകൊണ്ട് കുട്ടി എവിടെ പോകുന്നു എവിടെ വരുന്നു ആർക്കും അറിയില്ല. അതുകൊണ്ട് നമ്മൾ സമയം ഉണ്ടാക്കിയിട്ട്, എത്ര തിരക്കുള്ള ആളാണെങ്കിലും സമയം ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ഇരുത്തി ഭക്ഷണം കഴിക്കുമ്പോൾ പിന്നെ എൻ്റെ മക്കൾ ഒപ്പം ഉണ്ടാകണം എന്നൊരു തീരുമാനം രക്ഷിതാവ് എടുത്താൽ മതി. അതിന് രക്ഷിതാവ് ആദ്യം വീട്ടിൽ കത്തണം, രക്ഷിതാവ് വീട്ടിൽ കത്തണം, കുട്ടികളും വീട്ടിൽ കത്തണം. എന്നിട്ട് എന്ത് ചെയ്യണം, അന്നത്തെ ദിവസത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ അങ്ങനെ ഒരു സുഹൃത്തിനെ പോലെ കുട്ടികളെ കൈകാര്യം ചെയ്യുന്നൊരവസ്ഥയിലേക്ക് രക്ഷിതാക്കൾ വരും. പാരൻറ്റിങ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴത്തെ സംഭവിക്കുന്നത് വെച്ചാൽ പ്രശ്നം കൈവിട്ട് പോകുമ്പോൾ രക്ഷിതാവും വരും, എന്നിട്ട് അവനങ്ങോട്ട് പിടിക്കും, റൂമിലങ്ങോട്ട് അടക്കും, ആകെ പ്രശ്നമാക്കും. എന്നിട്ട് ഏതെങ്കിലും ഒരു കൗൺസിലർ അടുത്ത് കൊണ്ടുപോയി ഒരു ചികിത്സ നടത്തിയാൽ നേരാവുന്ന അങ്ങനെയൊന്നും സംഗതി ശരിയാക്കി എടുക്കാൻ കഴിയില്ല. ഇത് ശരിക്കും നമ്മളെ കുട്ടികളോട് എന്ത് ചെയ്യണം, നമ്മൾ നല്ല ഹൃദയബന്ധത്തോടു കൂടി പോയെങ്കിൽ മാത്രമേ നമുക്കിത് പരിഹരിച്ചെടുക്കാൻ കഴിയുള്ളൂ. അവരുടെ മൊബൈലിൻ്റെ ഉപയോഗവും എല്ലാം. പിന്നെ കുട്ടികളല്ലേ, എൻ്റെ കുട്ടി അതൊന്നും ജീവിതമാണ് കണ്ട് വേഗം അധ്യാപകരെ നെഞ്ഞത്തേക്ക് എടുക്കുന്ന സംഭവം. അധ്യാപകർക്ക് ഇത് കണ്ടെത്താൻ പറ്റും. നമ്മളെ കുട്ടിൻ്റെ അടുത്ത് തകരാറുണ്ടോയെന്ന് അധ്യാപകർക്ക് വേഗം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരു ക്ലാസ് ടീച്ചറെ വിളിച്ചിട്ട് നിങ്ങളെ മോനൊരു പ്രശ്നമുണ്ട്, അവൻ്റെ കൂട്ടുകെട്ട് ശരിയല്ല, അവൻ്റെ അടുത്ത് നിന്നാലും ഇങ്ങനെ സംഭവം കിട്ടിയിട്ടുണ്ട്. അപ്പോഴേക്ക് ചില രക്ഷിതാക്കളും ഉണ്ടെന്ന് പറയും, എൻ്റെ മോനൊന്ന് എൻ്റെ മോനെ പറ്റി അങ്ങനെ പറയും ഇങ്ങനെ പറയും. അത് പറയുമ്പോൾ എന്താ സംഭവിക്കില്ല, പിന്നെ അധ്യാപകം പിന്നെന്ത് ചെയ്യില്ല, ആ കുട്ടിനെ പറ്റിയിട്ട് കാര്യം ശ്രദ്ധിക്കില്ല. അപ്പം അങ്ങനെയല്ല വേണ്ടത്. ഏത് കുട്ടിയാണെങ്കിലും അങ്ങനെ ഒരു വിവരം കിട്ടിക്കഴിഞ്ഞാൽ അത് വസ്തുത ഉണ്ടോ എന്ന് എന്ത് ചെയ്യണം, ശരിക്കും നമ്മൾ അന്വേഷിക്കണം. അതേപോലെ തന്നെ ഈ വിരുന്ന് പോക്ക്, കുട്ടികളെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോകുമെന്ന് പറഞ്ഞുകൊണ്ട് പോയി, അത് പെൺകുട്ടികളടക്കം നടക്കുന്നുണ്ട്. പെൺകുട്ടികളടക്കം ഓരോ വീട്ടുകളിൽ കൂടി ഓരോ പേരും പറഞ്ഞ് പോവുകയാണ്. എന്തിനാ ഈ പറഞ്ഞേക്കേണ്ട കാര്യം? ഇവിടേക്കാണ് നമ്മൾ രക്ഷിതാക്കളുടെ ശ്രദ്ധ വേണ്ടത്. അതുപോലെ ഈ നേരത്തെ നൈറ്റ് ലൈഫിൻ്റെ കാര്യം പറഞ്ഞ പോലെ ടെറഫുമായി ബന്ധപ്പെട്ട കാര്യം, ഈ ടെറഫിൽ രാത്രി 10 മണിക്ക് ശേഷമുള്ള പരിപാടി അവസാനിപ്പിക്കണം. അത് ആവശ്യമാണ്. നമ്മുടെ നാട്ടിലിപ്പോൾ വ്യായാമത്തിന് സ്ഥലമില്ലാത്ത പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ടെറഫൊക്കെ ആവശ്യം തന്നെയാണ്, അത് ആവശ്യമില്ല എന്ന് ഞാൻ പറയണില്ല. പക്ഷേ എല്ലാവരും ഉറങ്ങിയിട്ട് ഉണരുന്ന ടെറഫ് വേണ്ട. അതൊക്കെ നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങളാണ്. അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇതിൻ്റെ കാര്യം ശരിക്കും മനസ്സിലാക്കി ആത്മാർത്ഥമായിട്ടാണ്. ഇപ്പം സമൂഹം മൊത്തം ഇതിൽ ജാഗ്രത ഉണ്ട്. ഇത് ഈ ദോശ ചൂണ്ടത് എപ്പോഴാണ്? ചട്ടി ചൂടാകുമ്പോഴാണ് അല്ലേ? ചട്ടി നല്ലോണം ചൂടാകുമ്പോഴാണ് എന്ത് ചെയ്യേണ്ടത്, മാവ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇപ്പം ചട്ടി നല്ലോണം ചൂടായി നിൽക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ മാവ് ഒഴിച്ചാൽ അത് ദോശയായി കിട്ടും. ഇപ്പം സമൂഹം വളരെ ജാഗ്രതയിൽ നിൽക്കുകയാണ്. മുഖ്യമന്ത്രി അടക്കം പറഞ്ഞത് എന്താ, നിയമസഭയിൽ 2 മണിക്കൂർ ചർച്ച ഉണ്ടായി. ആ ചർച്ചയിൽ അവസാനം മുഖ്യമന്ത്രി പറഞ്ഞത് എന്താ, ഇത് നമ്മളെ കൊണ്ട് മാത്രം കൈകാര്യം ചെയ്യാൻ കഴിയില്ല, ഇതിനെല്ലാവരും ഒരുമിച്ച് നിൽക്കണം. ആ കൂട്ടത്തിൽ പറഞ്ഞു മതപണ്ഡിതന്മാരും ഒരുമിച്ച് നിൽക്കണം. മതപണ്ഡിതന്മാർ ഒരുമിച്ച് നിൽക്കുമ്പോൾ മതം പറയണമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ചെറിയ കാര്യമല്ലത്, ചെറിയ സന്ദേശമല്ലത്, അത് ഉപയോഗപ്പെടുത്തണമെന്നാണ്. ഈ സമയത്ത് ജാഗ്രതാ സമിതികൾ ഉണ്ടാകണം, അതിൻ്റെ മുന്നിൽ നമ്മൾ നിൽക്കണം. പുളിക്കൽ അങ്ങാടിയിൽ അതുണ്ടാകണം, നമ്മുടെ ഹൈസ്കൂൾ കേന്ദ്രീകരിച്ചുണ്ടാകണം, നമ്മുടെ +2 കേന്ദ്രീകരിച്ചുണ്ടാകണം, നമ്മുടെ കോളേജ് കേന്ദ്രീകരിച്ചുണ്ടാകണം, വ്യത്യസ്ത സമിതികൾ ഉണ്ടാകണം. പക്ഷെ ഈ പറഞ്ഞ അടിസ്ഥാനത്തിലേക്ക് അതിനെ നയം കൊണ്ടുവന്ന് സെറ്റ് ചെയ്യാൻ അപ്പോഴാകാം ഒന്നും പാടില്ല എന്നിടത്തേക്ക് അതിൻ്റെ നയം കൊണ്ടുവരണം. അതിന് പറ്റിയ സന്ദർഭമാണ്. ഈ സമയം നമ്മൾ എന്ത് ചെയ്യണം, ഉപയോഗപ്പെടുത്തണം. ഈ പുളിക്കൽ അങ്ങാടിയിൽ ഇങ്ങനത്തെ ഒരു കേസ് റിപ്പോർട്ട് ചെയ്യില്ല എന്നുള്ളതാണ്. അതിനാദ്യം നിലപാടെടുക്കേണ്ടത് ഈ മഹൽ തന്നെയാണ്. അൽഹംദുലില്ലാഹ് നിങ്ങൾ ഈ വിഷയം വെച്ചു എന്നുള്ളത് തന്നെ നിങ്ങളുടെ ദീർഘവീക്ഷണത്തിൻ്റെ തെളിവാണ്. മഹലിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് പുളിക്കൽ പ്രദേശം എന്ന് പറയുന്നത് ഒരുപാട് പരിവർത്തനത്തിൻ്റെ പടഹധ്വനിക്ക് കാരണമായ ഒരു നാടാണ്. ഇങ്ങനെയുള്ള ലഹരിക്കെതിരെയുള്ള പ്രവർത്തനത്തിനും മാതൃകാപരമായ സ്റ്റെപ്പ് എടുക്കാൻ കഴിയുന്ന ഒരു പ്രദേശമാണ്. അതിന് നമ്മുടെ ഈ മഹലും ഇതിൽ ഉത്തരവാദപ്പെട്ട പ്രവർത്തകരുമൊക്കെ നേതൃത്വം കൊടുത്താൽ വലിയ പ്രതികരണങ്ങൾ നമുക്ക് ഇൻഷാ അല്ലാഹ് ഇവിടെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ മഹലും രക്ഷിതാക്കളും അധ്യാപകരും നാട്ടുകാരും സർക്കാരും രാഷ്ട്രീയ പാർട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ പൊളിറ്റിക്കൽ പാട്രണേജ് എന്ന് പറയുന്ന സംഭവം ഒഴിവാക്കണം. ഇതിൻ്റെ പേരിൽ ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ
അവനെ സംരക്ഷിക്കുന്ന നിലപാട് ഒരു രാഷ്ട്രീയ പാർട്ടി എടുക്കാൻ പാടില്ല. അപ്പോൾ ആ കോളേജിൽ ഇപ്പോൾ പിടിച്ചു, അതിൽ നടപടി ഇപ്പോൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇനി നാളെ മറ്റന്നാൾ അത് വേറെ രീതിയിൽ കൊണ്ടുപോകും. ഇത് ഒരു ഇതിൽ പിടിച്ചു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയക്കാർ തിരിഞ്ഞു നോക്കൂല എന്നുള്ളൊരു അവസ്ഥ വന്നാൽ തന്നെ പകുതി പ്രശ്നം പരിഹരിക്കും. ഇതങ്ങനെയല്ല, ആര് പിടിക്കപ്പെട്ടാലും അത് മുന്നിൽ വന്നിട്ട് എന്ത് പറയും, ഓരൊക്കെ ഞങ്ങൾ ഒഴിവാക്കുന്നു പറയും, പിന്നെ കൂടി തീരും സഹകരിച്ചു. അപ്പം നമ്മുടെ നാട്ടിൽ തീരുമാനിക്കേണ്ട കാര്യമാണ് ഇവിടുത്തെ ഒരു പൊളിറ്റീഷ്യനിൽ ഇടപെടാൻ പാടില്ല എന്നുള്ളത്. അങ്ങനെ പല വഴിക്കിട്ട് പൂട്ടിയെങ്കിൽ മാത്രമേ ഈ ലഹരിയെ നമുക്ക് പിടിച്ചു വെട്ടാൻ പറ്റൂ. കാരണം ഇത് മനുഷ്യൻ്റെ ശത്രുവാണ്. ഇത് മതത്തിൻ്റെ മാത്രമല്ല, പ്രദേശത്തിൻ്റെ മാത്രമല്ല, പൊളിറ്റിക്കൽ പാർട്ടികളുടെ മാത്രമല്ല, മനുഷ്യരായി ജീവിക്കുന്ന ആളുകൾ എവിടെയൊക്കെയുണ്ടോ അവരുടെ മുഴുവൻ ശത്രുവാണ് ലഹരി. ആ നിലയ്ക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി തിരുത്തുവാൻ നമുക്ക് കഴിയണം. അതിന് ഇന്നത്തെ നമ്മുടെ സംസാരവും നമ്മുടെ ഈ ചർച്ചയും അതിന് സഹായകമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പടച്ച തമ്പുരാൻ നമ്മുടെ മക്കളെ ഈ ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു നമുക്ക് വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. അവർക്കൊക്കെ അല്ലാഹു സമ്പൂർണ്ണമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുറേയധികം ആളുകൾ ഈ റമദാൻ തുടങ്ങിയിട്ട് തന്നെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരുടെയൊക്കെ കബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, ഉപജീവനത്തിന് പ്രയാസം അനുഭവിക്കുന്ന, സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർക്കൊക്കെ മഴീഷത്തിനുള്ള ഒരു വഴി അല്ലാഹു തുറന്നു കൊടുക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ആളുകൾ തിരിച്ചു കൊണ്ടുപോകുമ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്ന മുത്തക്കികളിൽ, മുഅ്മിനുകളിൽ അല്ലാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കണ്ണിന് കൺകുളിർമ നൽകുന്ന മക്കളായി നമ്മുടെ മക്കളെ അല്ലാഹു വളർത്താനുള്ള സാഹചര്യം നമുക്ക് ഉണ്ടാക്കി തരുമാറാകട്ടെ. നാളെ പരലോകത്ത് ആരും നമ്മളെ സഹായിക്കാനില്ലാത്ത ആ ഒരു വിചാരണയുടെ സമയത്ത് വലത് കൈയിൽ ഗ്രന്ഥം ലഭിക്കുന്ന യഥാർത്ഥ മുത്തക്കികളിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വിവാഹം കഴിച്ചിട്ട് ഇതുവരെയും സന്താന സൗഭാഗ്യമില്ലാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർക്കൊക്കെ സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ വിശുദ്ധ റമദാനിൽ പരമാവധി നന്മകൾ വർദ്ധിപ്പിക്കാനും ദാനം ചെയ്യാനും നോമ്പ് പൂർണ്ണമായി നോറ്റുകൂട്ടുവാനും ഒരുപാട് തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുവാനുമുള്ള ഒരു ഇച്ഛാശക്തി നമുക്കെല്ലാവർക്കും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا اصرف عنا عذاب جهنم إن عذابها كان غراما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم أجرنا من النار اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين يا رحمن